Neoclassical management ആണ്. From the limitations of classical management, a new concept or new evolution is emerged, that is neoclassical management. ഇവിടെ നോക്കാം, classical theory focused on mechanical and physical characteristics of management. Classical theory നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അത് ബ്യൂറോക്രാറ്റിക് ആണെങ്കിലും സയന്റിഫിക് ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ആണെങ്കിലും they were focusing on mechanical and physical characteristics. As a result, neoclassical emerged as human oriented to increase efficiency. Efficiency increase ചെയ്യാൻ neoclassical emerge ചെയ്തത് എങ്ങനെയായിട്ടാണ്? ഹ്യൂമൻ ഓറിയന്റഡ് ആയിട്ടാണ്. ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, മറ്റേത് എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്, ഹ്യൂമൻ ഓറിയന്റേഷൻ ഇല്ലായിരുന്നു, അവിടെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്, ഫിസിയോളജിക്കൽ വേരിയബിൾസ് മാത്രമാണ് കൺസിഡർ ചെയ്തത്, എക്കണോമിക് നീഡ്സ് ആണ് ഫുൾഫിൽ ചെയ്തു കൊടുത്തത്. മുകളിലുള്ള, അതായത് ഹയർ ഓർഡർ നീഡ്സ് പരിഗണിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റിലെ they discovered that the real cause of human behavior was something more than mere physiological variables. ഫിസിയോളജിക്കൽ എന്നാണ്, സൈക്കോളജിക്കൽ അല്ല. ഫിസിയോളജിക്കൽ വേരിയബിൾസ് മാത്രമല്ല, ഇതുപോലെ എക്കണോമിക് റിവാർഡ്സ് പോലെ ബേസിക് ആയിട്ടുള്ള വേരിയബിൾസ് അല്ലാണ്ട് അതിന്റെ മുകളിലുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന മറ്റു ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിയിൽ ഉടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് എന്നും മറ്റൊന്ന് ബിഹേവിയറൽ മൂവ്മെന്റ് എന്നും. ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റിന് ശേഷം വന്ന അപ്രോച്ചാണ് ബിഹേവിയറൽ മൂവ്മെന്റ്. ഇത് രണ്ടും നിയോ ക്ലാസിക്കൽ ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റില് ഒരുപാട് കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ആളാണ് എൽട്ടൺ മായോ. എൽട്ടൺ മായോ ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആണ്. He conducted a series of experiments at a Hawthorne plant of Western Electric Company between 1927 and 1933. Sorry, 1927 and 1933. ഇയാള് എക്സ്പെരിമെന്റ്സ് നടത്തുകയാണ്. ഏതൊക്കെയാണ് എക്സ്പെരിമെന്റ്സ്? എക്സ്പെരിമെന്റ്സ് ഓൺ ഇല്യൂമിനേഷൻ. അയാള് ലൈറ്റിംഗിൽ ചില മാറ്റങ്ങൾ വരുത്തി നോക്കി. റിലേ അസംബ്ലി ടെസ്റ്റ് റൂം സ്റ്റഡി നടത്തി നോക്കി. മാസ് ഇന്റർവ്യൂയിങ് പ്രോഗ്രാം നടത്തി. ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ റൂം ഒക്കെ നടത്തി നോക്കി. ഇങ്ങനെ ഫിസിയോളജിക്കൽ വേരിയബിൾസിൽ ഒരുപാട് മാറ്റങ്ങൾ ഇയാൾ വരുത്തി നോക്കി. വർക്കിംഗ് കണ്ടീഷൻ ഉഷാറാക്കി നോക്കി. മെറ്റീരിയൽ ഓർഡർ ആൻഡ് ഫിസിക്കൽ ഓർഡർ ഇതിൽ മാറ്റങ്ങൾ വരുത്തി നോക്കി. മെഷീനറിയുടെ സെറ്റപ്പിൽ മാറ്റം വരുത്തി നോക്കി. ലൈറ്റിംഗ് ഫെസിലിറ്റി വർദ്ധിപ്പിച്ചു നോക്കി. ബട്ട് he found that it was not the cause of change in human behavior. ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും, വർക്കിംഗ് കണ്ടീഷൻ പോലെയുള്ള സംഭവങ്ങളിലൊന്നും എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടും കാര്യമില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് അയാളെ എന്ത് ചെയ്തത്? പേഴ്സണൽ കൗൺസിലിംഗ് എന്നുള്ള ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. These experiments revealed that physical and environmental factors do not materially influence the worker's performance and attitude to work. അതായത് ഫിസിക്കലും എൻവയോൺമെന്റലുമായ ഫാക്ടേഴ്സിൽ ഒരു മാറ്റം വരുത്തിയിട്ടും ഒരു കാര്യവുമില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. മായോ റിയലൈസ്ഡ് ഫസ്റ്റ് ദ നെസസിറ്റി ടു കൺസിഡർ ആൻഡ് സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ദ വർക്കേഴ്സ് വിത്ത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ഇയാൾ എന്ത് ചെയ്തു? പേഴ്സണലി ഓരോരുത്തരെ കാണാൻ തുടങ്ങി. He thought that the productivity of workers depends upon human relationship. Increase in work satisfaction leads to increase in productivity. ഇയാള് ഇതിൽ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് increase in work satisfaction leads to increase in productivity. വർക്കിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അപ്പോ സയന്റിഫിക് മാനേജ്മെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടി എക്കണോമിക് നീഡ്സിനെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് FW ടൈലർ കണ്ടുപിടിച്ച പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. അതായത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തിനാണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണം വർദ്ധിച്ചു വന്ന ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ട് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ലേബർ ഫോഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം, അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം. അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ അയാൾ കണ്ട ഏറ്റവും നല്ല മാർഗം എക്കണോമിക് റിവാർഡ്സ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം വാസ് പോപ്പുലർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പഠിച്ചിട്ടില്ലേ?
Yes, sir. ഹലോ, Sir. അതായത് ടൈലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പഠിച്ചിട്ടില്ലേ? 83% വർക്ക് ചെയ്യുന്നവർക്ക് നോർമൽ ലെവലും 83 മുതൽ 100 ഉള്ളവർക്ക് ഇൻക്രീസ്ഡ് ലെവലും 100ന്റെ മുകളിലുള്ളവർക്ക് ഡബിൾ ദ വേജസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പഠിച്ചിട്ടില്ലേ? Sir. അതായത് ടൈലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പോപ്പുലർ ആണ്. അതെന്താന്ന് വെച്ചാൽ ജോലി ചെയ്താൽ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്താൽ എന്തായാലും അവർക്ക് ഡബിൾ ദ റേറ്റ് കൊടുക്കണം എന്നുള്ള ടൈലറുടെ അപ്രോച്ചാണ്. അത് കൂടുതൽ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് എക്കണോമിക് റിവാർഡ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്ന് മാത്രമായിരുന്നു ടൈലറുടെ ഒരു കണ്ടുപിടുത്തം ഉണ്ടായിരുന്നത്. എന്നാൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നത് എക്കണോമിക് റിവാർഡ്സ് മാത്രം കൊടുത്തതുകൊണ്ട് കാര്യമില്ല. ലോകം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എംപ്ലോയീസിന്റെ അതല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ നീഡ്സും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് ഓർഗനൈസേഷനിലും ചേഞ്ച് കൊണ്ടുവരണം. എന്താണ് ആ ചേഞ്ച്? വർക്ക് സാറ്റിസ്ഫാക്ഷൻ, ഇൻക്രീസ് ഇൻ വർക്ക് സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് ഈസ് ഹയർ ലെവൽ നീഡ്സ്. മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറിയിലെ 5 നീഡ്സിലെ ഹയർ ഓർഡർ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ സോഷ്യൽ നീഡ്സ് ആൻഡ് എസ്റ്റീം നീഡ്സ് പോലെയുള്ള ഹയർ ഓർഡർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് എൽട്ടൺ മായോക്ക് മനസ്സിലായി. ക്ലിയർ ആണോ? Yes, sir. ഹലോ, Yes, sir. ഓക്കെ അല്ലേ? Okay, sir. ഇനി മറ്റൊരു കോൺട്രിബ്യൂട്ടർ പറയാണ്, ഇതിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ഓവർ ഇങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇനിയും നമ്മൾ ഇന്നലെ തന്നെ സയന്റിഫിക് മാനേജ്മെന്റിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഉണ്ട്, പ്ലാനിങ്, ഡൂയിങ്. അതിലെ പ്ലാനിങ് ഫംഗ്ഷൻ ചെയ്യുന്ന 4 പേർ, ഡൂയിങ് ഫംഗ്ഷൻ ചെയ്യുന്ന 4 പേർ, അങ്ങനെ കുറെ ഡീറ്റെയിൽ ഒക്കെ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് പറയാത്തത്. ദെൻ മാരി പാർക്കർ ഫോലെറ്റ്, അമേരിക്കൻ സോഷ്യൽ തിയറിസ്റ്റ് ആണ്, നോൺ ഫോർ ഇൻട്രൊഡ്യൂസിങ് ഐഡിയാസ് അബൌട്ട് human psychology and human relation into industrial management. She defined management as the art of getting things done through people. Her ideas are contradictory to the idea of scientific management. എന്തുകൊണ്ടാണ്? As she believed that managers and subordinates should fully collaborate. She is regarded as the mother of modern management. ഇതാണ് മേരി പാർക്കർ ഫോലെറ്റിന്റെ ഒരു കോൺട്രിബ്യൂഷൻ. പോപ്പുലർ ആയ ഡെഫിനിഷൻ അയാളാണ് കൊണ്ടുവന്നത്. സയന്റിഫിക് മാനേജ്മെന്റിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് കൊണ്ടുവന്ന മറ്റൊരാളാണ് മേരി പാർക്കർ ഫോലെറ്റ്. ആൻഡ് ഓൾസോ ഷീ ഈസ് റിഗാർഡഡ് ആസ് ദ മദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. ഇങ്ങനെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ പഠിക്കാൻ. ദെൻ കെർട്ട് ലെവിൻ ആണ്. ലെവിൻ നിങ്ങൾ പോപ്പുലർ ആയ ഒരു സാധനമാണ്. കെർട്ട് ലെവിന്റെ ഒരുപാട് തിയറീസ് നമ്മൾ താഴെ വരാനുണ്ട്. ബിഹേവിയറൽ മൂവ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇയാളെയും നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെ ആളായിട്ടാണ് കാണുന്നത്. ഇയാൾ കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻ 3 ലീഡർഷിപ്പ് സ്റ്റൈൽസ് കൊണ്ടുവന്നു. ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക് ആൻഡ് ലേസസ് ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓട്ടോക്രാറ്റിക്കിന്റെ സബൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ലേസസ് ഫെയർ എന്നും പറഞ്ഞ ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അയാളാണ്. അതേപോലെ ഓർഗനൈസേഷണൽ ചേഞ്ച് മോഡൽ, ഓർഗനൈസേഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞ OBയുടെ ഭാഗത്ത് നമുക്ക് സിലബസിലുണ്ട്. അത് കെർട്ട് ലെവിന്റെ പഠിക്കാനുണ്ട്. ഓർഗനൈസേഷണൽ ചേഞ്ച് മോഡൽ, അത് 3 കൺസെപ്റ്റ് ആണ്. ഒന്ന് അൺഫ്രീസിങ്, ചേഞ്ചിങ് ആൻഡ് റീഫ്രീസിങ്. അപ്പോ അതൊക്കെ നമുക്ക് അവിടെ പഠിക്കും, അതുകൊണ്ട് ഇവിടെ പറയണ്ടല്ലോ. അതേപോലെ ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് മെത്തേഡ് അതുണ്ട്, നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ ഇയാളുടെ മെയിൻ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ്? ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഇയാളുടേതാണ്, അതേപോലെ ഓർഗനൈസേഷണൽ ചേഞ്ച് മോഡൽ അയാളുടേതാണ്, ആൻഡ് ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് മെത്തേഡ് ഉണ്ട്. അതിന്റെ ചിത്രമൊക്കെ ഞാൻ അവിടെ OBയുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഡേവിഡ് ഡേവിസിന്റെ കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ വളരെ പോപ്പുലർ ആണ്. കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നത് അയാളാണ്. അതേപോലെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നും പറഞ്ഞുകൊണ്ടുള്ള, അതായത് അവിടെ അത് പറയാനുള്ള കാരണം CSR arises from social power ആണ്. അതായത് സോഷ്യൽ പവർ, there should not be power from the managerial side only.
അതായത് സബോർഡിനേറ്റ്സ് എപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടേണ്ട, അതായത് പവറുള്ള ആളുകൾ, അതായത് മുകളിലുള്ള ആളുകളാൽ കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സിനാൽ എപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടേണ്ട ആളുകളല്ല സബോർഡിനേറ്റ്സ്. The subordinates should be given power. Then only it will be regarded as social power. Then from this social power, corporate social responsibility arises. എന്ന് പറഞ്ഞ ആളാണ് കെയ്ത്ത് ഡേവിസ്. അതും ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആണ്. കാരണം ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ എംപ്ലോയീസിനെ ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് കാണുന്ന ഒരു അപ്രോച്ചാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. അതുകൊണ്ട് ഇയാളെ നമ്മൾ എന്തിലെടുക്കാം? ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിലെടുക്കാം. എന്നാൽ എംപ്ലോയീസിനെ മെഷീനുകളായിട്ട് കാണുന്ന അപ്രോച്ച് ആയിരുന്നു സയന്റിഫിക് മാനേജ്മെന്റിലും അതേപോലെ ക്ലാസിക്കൽ മാനേജ്മെന്റിലും ഉടനീളം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മെക്കാനിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ മുകളിൽ മെക്കാനിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ വേരിയബിൾസ് എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി റെൻസിസ് ലിക്കേർട്ട് എന്ന് പറഞ്ഞ ലിക്കേർട്ട് സ്കെയിൽ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റിസർച്ചിൽ. അയാളുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഹിസ് ഫേമസ് റൈറ്റിംഗ്സ് ഇൻക്ലൂഡഡ് ന്യൂ ഓഫ് മാനേജ്മെന്റ്, ഹ്യൂമൻ ഓർഗനൈസേഷൻ, ഇതൊക്കെ നെറ്റിന് വേണ്ടതാണ്. ഹി വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ട്രഡീഷണൽ ജോബ് ഓറിയന്റഡ് സൂപ്പർവിഷൻ വാസ് ദ കോസ് ഓഫ് ലോ പ്രൊഡക്ടിവിറ്റി ആൻഡ് ലോ മൊറൈൽ. ഹി എംഫസൈസ്ഡ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അതായത് ലോ പ്രൊഡക്ടിവിറ്റിക്ക് കാരണം എന്താണ്? ജോബ് ഓറിയന്റഡ് സൂപ്പർവിഷൻ ആണ്. നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ലീഡർഷിപ്പ് തിയറീസിൽ നമുക്ക് ഒരുപാട് അപ്രോച്ചുകൾ പഠിക്കാനുണ്ട്. ഒഹായോ അപ്രോച്ച്, അതേപോലെ മിഷിഗൻ അപ്രോച്ച്, അതേപോലെ മാനേജറിൽ ഗ്രിഡ് അപ്രോച്ച് ഓഫ് ബ്ലേക്ക് ആൻഡ് മൗട്ടൺ, എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ മാനേജറിൽ ഗ്രിഡ് അപ്രോച്ചിൽ പറയുന്നത് പീപ്പിൾ ഓറിയന്റഡും പ്രൊഡക്ഷൻ ഓറിയന്റഡും, അതല്ലെങ്കിൽ ജോബ് ഓറിയന്റഡും പീപ്പിൾ ഓറിയന്റഡുമായ രണ്ട് ലീഡർഷിപ്പ് അപ്രോച്ചുകളുണ്ട്. അതാണ് നമുക്ക് ഉടനീളം നല്ല പഠിക്കാനുള്ളത്. ലീഡർഷിപ്പ് തിയറീസിൽ കുറെ പഠിക്കാനുള്ളത്. അവിടെ ജോബ് ഓറിയന്റഡ് സൂപ്പർവിഷനും ഉണ്ട്, അതേപോലെ പീപ്പിൾ ഓറിയന്റഡ് സൂപ്പർവിഷനും ഉണ്ട്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ചില സ്ഥാപനങ്ങളിൽ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മുടെ HOD ചിലപ്പോൾ ജോബ് ഓറിയന്റഡ് സൂപ്പർവിഷൻ ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോ പീപ്പിൾ ഓറിയന്റഡ് സൂപ്പർവിഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ രണ്ടും തമ്മിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടാവും. എങ്ങനെയാണ് രണ്ടും തമ്മിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടാവുക? ജോബ് ഓറിയന്റഡ് സൂപ്പർവിഷൻ, ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു സബോർഡിനേറ്റ് ആയിട്ട് എന്റെ HODയുടെ അണ്ടറിൽ വർക്ക് ചെയ്യാണ്. ഞാൻ നല്ല സ്ട്രെയിൻ ആണ്, ഞാൻ ക്ലാസ് എടുത്ത് നല്ലോണം സ്ട്രെയിൻ ചെയ്തിരിക്കണം. ആ സമയത്ത് എനിക്ക് ടീച്ചർ പറയാണ്, നമുക്ക് പോർഷൻ തീർക്കേണ്ടതുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ തീർക്കണം, അതുകൊണ്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം PG 2 അവർ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം എന്ന് എന്നോട് പറയണം. ഇവിടെ ജോബ് ഓറിയന്റഡ് സൂപ്പർവിഷൻ ആണ് ടീച്ചർ എന്നോട് ചെയ്യുന്നത്. നേരെ മറിച്ച് ഞാൻ നല്ലോണം ക്ഷീണിച്ചിരിക്കുമ്പോൾ എന്റെ HOD എന്നോട് പറയുന്നതിന് പകരം വേറൊരു ടീച്ചറോട് പറയുന്നു, സാറ് ഞാൻ കുറച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് സാർ നിങ്ങൾ പോയിട്ട് PG 2 അവർ എടുക്കണം എന്ന് പറയുമ്പം ടീച്ചർക്ക് എന്നോട് എന്ത് അപ്രോച്ചാണ്? അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിൽ, എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ടീച്ചർക്ക് പീപ്പിൾ ഓറിയന്റഡ് അപ്രോച്ചാണ്. അപ്പോ പീപ്പിളിന്റെ പ്രോബ്ലംസിനെ മനസ്സിലാക്കിക്കൊണ്ട് ലീഡ് ചെയ്യുന്ന ആളുകളെ നമുക്ക് പീപ്പിൾ ഓറിയന്റഡ് അപ്രോച്ച് ഉള്ള ആളുകളാണെന്ന് പറയാം. എന്നാൽ പീപ്പിളിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ എപ്പോഴും ജോബ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് എന്ത് പറയാം? പ്രൊഡക്ഷൻ ഓറിയന്റഡ് അപ്രോച്ച് അല്ലെങ്കിൽ ജോബ് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയാം. അപ്പൊ ഇയാള് കണ്ടുപിടിക്കുകയാണ്, ഹി വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ട്രഡീഷണൽ ജോബ് ഓറിയന്റഡ് സൂപ്പർവിഷൻ വാസ് ദ കോസ് ഓഫ് ലോ പ്രൊഡക്ടിവിറ്റി ആൻഡ് ലോ മൊറൈൽ. നമ്മൾ പണ്ട് മുതലേ, അതായത് ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടിരുന്ന ജോബ് ഓറിയന്റഡ് സൂപ്പർവിഷൻ, ഇത് സയന്റിഫിക് മാനേജ്മെന്റിലും ബ്യൂറോക്രാറ്റിക്കിലും ഒക്കെയുള്ള ക്ലാസിക്കൽ മാനേജ്മെന്റിലുള്ള ജോബ് ഓറിയന്റഡ് സൂപ്പർവിഷൻ ലോ പ്രൊഡക്ടിവിറ്റിയിലേക്കും ലോ മൊറൈലിലേക്കും ഒക്കെ നയിക്കുന്നു. അതുകൊണ്ട് പകരം വേണ്ടത് എന്താണ്? പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ആണ് വേണ്ടത് എന്ന് റെൻസിസ് ലിക്കേർട്ട് എംഫസൈസ് ചെയ്തു. ആൻഡ് ഓൾസോ ഹി ഡിവൈഡഡ് മാനേജ്മെന്റ് സ്റ്റൈൽസ് ഇൻ ടു ദ ഫോളോയിങ് കാറ്റഗറീസ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴെ വേറെ വരുന്നുണ്ട്. അതിന്റെ ആ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക: എക്സ്പ്ലോയിറ്റേറ്റീവ്, ബെനവലന്റ്, പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് ഡെമോക്രാറ്റിക് എന്നുള്ള മാനേജ്മെന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ പരിചയപ്പെടുത്തിയ ആളാണ് റെൻസിസ് ലിക്കേർട്ട്. അതേപോലെ in order to integrate individual and organizational goals, Likert developed the concept of linking pin model for connecting various parts of the organization. എഴുതി വെച്ചോളൂ, ലിങ്കിങ് പിൻ മോഡൽ.
അത് ചോദ്യം വരാം. ലിങ്കിങ് പിൻ മോഡൽ എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ലിങ്കിങ് പിൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെയും, സബോർഡിനേറ്റിനെയും സുപ്പീരിയറിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ആളുകളായിട്ട് ഒരുപാട് ആളുകൾ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകും എന്നാണ് ലിങ്കിങ് പിൻ മോഡൽ. അത് പൊളിറ്റിക്സിലുണ്ട്. നമുക്കറിയാം, ഏറ്റവും ലോവർ ലെവലിലുള്ള ഒരു ശാഖാതലത്തിൽ വർക്ക് ചെയ്യുന്ന ആളെ മന്ത്രിയുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു 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 ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു നേതാവ് ലിങ്കിങ് പിൻ മോഡലായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ അതേപോലെ റിലീഫ് പ്രവർത്തനങ്ങളില്, അതേപോലെ മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നിടത്തൊക്കെ പിന്നെ സുശാന്ത് നിലമ്പൂരൊക്കെ പോലെയുള്ള, ഫിറോസ് കുന്നംപറമ്പിലൊക്കെ പോലെയുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തകരുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇവർ ലിങ്കാണ് ചെയ്യുന്നത്. അവരെ കയ്യിലുള്ള പണമല്ല, പണമുള്ളവരെ പണമില്ലാത്തവരിലേക്ക് കണക്ട് ചെയ്യുന്ന ലിങ്കിങ് പിൻ മോഡലായിട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു സംഭവം ഇയാളുടെ കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് ഓർഗനൈസേഷനിൽ there are many individuals who have to act as linking pin between various groups, various interested groups in the organization. അങ്ങനെ ഉള്ള ലിങ്കിങ് പിൻ മോഡൽ കൊണ്ടുവന്ന ആളാണ് റെൻസിസ് ലിക്കർട്ട്. അപ്പൊ റെൻസിസ് ലിക്കർട്ടിന്റെ കോൺട്രിബ്യൂഷൻസിനെ നമുക്ക് അയാളുടെ 2 ബുക്ക് പറയാം. അതേപോലെ ട്രഡീഷണൽ ജോബ് ഓറിയന്റഡ് സൂപ്പർവിഷന് പകരം പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് വേണമെന്ന് എംഫസൈസ് ചെയ്ത ആളാണ്. അതേപോലെ ലീഡർഷിപ്പ് സ്റ്റൈൽസ് 4 എക്സ്പ്ലോയിറ്റേറ്റീവ്, ബെനവലന്റ്, പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് ഡെമോക്രാറ്റിക് എന്നും പറഞ്ഞ ലീഡർഷിപ്പ് സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ ലിങ്കിങ് പിൻ മോഡൽ. അപ്പൊ ഇതെല്ലാത്തിനെയും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. എല്ലാം ഒരു ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ കുട്ടികളെ? ദെൻ ഇതിൽ താഴെയുള്ള ഫോട്ടോഗ്രാഫി ലിങ്കിങ് പിൻ മോഡലിനെ ഞാൻ പിന്നെ എന്ത് ചെയ്തതാണ്, ഡിസ്ക്രൈബ് ചെയ്തതാണ്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് വായിച്ചു നോക്ക്. സെയിം ആണ്, ഞാൻ പറഞ്ഞു തന്നെയാണ്. ഇനി സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് ആണ്. കൊണ്ടുവന്ന ആളുടെ പേര് വിൽഫ്രഡോ പാരറ്റോ എന്നാണ്. ഇയാളാണ് നമ്മളെ പാരറ്റോ പ്രിൻസിപ്പിൾ ഒക്കെ കൊണ്ടുവന്നത്. പാരറ്റോ പ്രിൻസിപ്പിൾ ഒക്കെ നമുക്ക് ഒരുപാട് ഈ പഠിക്കാനുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ 20-60-20 ആ ഒരു ഇത് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? അത് പോസ്റ്റിംഗിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ABC അനാലിസിസ് ഒക്കെ പഠിച്ചില്ലേ? അതുപോലെയുള്ള ഒരു സംഭവമാണ്. എക്കണോമിസ്റ്റ് എന്നുള്ള രീതിയിലാണ് വിൽഫ്രഡോ പാരറ്റോ. പക്ഷെ സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് കൊണ്ടുവന്ന ആളുടെ പേര് വിൽഫ്രഡോ പാരറ്റോ എന്നാണ്. പക്ഷെ അത് ഡെവലപ്ഡ് ബൈ ചെസ്റ്റർ ബെർണാഡ് ആണ്. ചെസ്റ്റർ ബെർണാഡ് ആണ് നമ്മുടെ മെയിൻ ഫോക്കസ്. ഇപ്പൊ വിൽഫ്രഡോ പാരറ്റോ സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് കൊണ്ടുവന്നു. അതും എന്ത് തന്നെയാണ്? ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് തന്നെയാണ്. ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റിന്റെ താഴെയുള്ള ആദ്യത്തെ പിന്നെ കോൺട്രിബ്യൂട്ടർ ആണ് ആര്? എൽട്ടൺ മായോ. രണ്ടാമത്തെ കോൺട്രിബ്യൂട്ടർ ആണ് മേരി പാർക്കർ ഫോലറ്റ്. മൂന്നാമത്തെ കോൺട്രിബ്യൂട്ടർ ആണ് കെർട്ട് ലെവിൻ. 4 കെയ്ത്ത് ഡേവിസ്, അയാളുടെ കോൺട്രിബ്യൂഷൻസ് ആണ് അവിടെ കൊടുത്തത്. റെൻസിസ് ലിക്കർട്ടിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു. ഇനി സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് ആണ്. ഇതും ഏത് തന്നെയാണ്? ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇയാള് പിന്നെ വിൽഫ്രഡോ പാരറ്റോ കൊണ്ടുവന്നെങ്കിലും ചെസ്റ്റർ ബെർണാഡ് ആണ് അതിനെ നമുക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് ചെസ്റ്റർ ബെർണാഡ് ആണ് നെക്സ്റ്റ് മെയിൻ കോൺട്രിബ്യൂട്ടർ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സോ വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ചെസ്റ്റർ ബെർണാഡ് എന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട്. ദ ഫങ്ഷൻസ് ഓഫ് ദി എക്സിക്യൂട്ടീവ്സ് എന്ന പുസ്തകം എഴുതിയത് അയാളാണ്. ആൻ ഓർഗനൈസേഷൻ ഈസ് എ സോഷ്യൽ സിസ്റ്റം, എ സിസ്റ്റം ഓഫ് കൾച്ചറൽ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞ ആളാണ് പിന്നെ ആര്? ചെസ്റ്റർ ബെർണാഡ്. സോ because for example Facebook or Google is an organization or a transnational company which is recruiting employees from every part of the world, and these individuals will be having from different cultural background. But in Google as an organization, it is a system of different cultural relationships. അപ്പൊ നമ്മളിപ്പോ ഏതൊരു കോളേജിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, പല നാടുകളിൽ നിന്ന്, പല സ്ലാങ്ങുകളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടാവാം. അതുകൊണ്ട് എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കൾച്ചർ. അതൊരു കൾച്ചറാണ്. അതൊരു പിന്നെ ഒരു സ്ഥാപനത്തിന്റെ കൾച്ചറാണ്. അപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ദാറ്റ് ഓർഗനൈസേഷൻ വിൽ ഹാവ് എ കൾച്ചറൽ ഓർ വിൽ ഹാവ് എ സിസ്റ്റം ഓഫ് കൾച്ചറൽ റിലേഷൻഷിപ്പ്. അത് ആ സ്ഥാപനത്തിന്റെ കൾച്ചറാണ് എന്ന് നമ്മൾ പറയാം. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സോഷ്യൽ സിസ്റ്റം. ഏതൊരു ഓർഗനൈസേഷനും ഒരു സോഷ്യൽ സിസ്റ്റമാണ്, വിച്ച് ഈസ് ദ സിസ്റ്റം ഓഫ് കൾച്ചറൽ റിലേഷൻഷിപ്പ്.
ആൻഡ് ഓൾസോ നെക്സ്റ്റ് പറയുന്നത് കോപ്പറേഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഈസ് നെസസറി എന്ന് അയാൾ പറയുന്നുണ്ട്. ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഇടയിൽ എപ്പോഴും കോഓപ്പറേഷൻ വേണം എന്ന് അയാൾ പറയുന്നുണ്ട്. അതേപോലെ അയാളുടെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ്, ഇത് നമ്മുടെ പോപ്പുലർ ആയിട്ട് പറഞ്ഞൊരു സംഭവമാണ്. ഏത്? ഈ രണ്ട് സാധനം. ഇനി നമ്മൾ കോൺട്രിബ്യൂഷൻസ് പറയാണ്, കോൺട്രിബ്യൂഷൻസ് ഡിസ്കസ് ചെയ്യാണ്. കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് ആദ്യമായി പരിചയപ്പെടുത്തിയ ആള് ആരാണ്? ചെസ്റ്റർ ബർണാർഡ് ആണ്. ഓക്കെ, നിങ്ങൾ സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഏതൊരു ഓർഗനൈസേഷനും എപ്പോഴും ഒരു ഫോർമൽ സ്ട്രക്ചർ ഉണ്ടാവും. പക്ഷേ വിത്തിൻ ദാറ്റ് ഫോർമൽ സ്ട്രക്ചർ ദർ വിൽ ബി ആൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് ഇയാൾ പറയുന്നു. അതേപോലെ എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാള് ഇത്തരം 4 ഏത് ഡിപ്പാർട്ട്മെന്റേഷൻ, ഇൻസെന്റീവ്സ്, എ സിസ്റ്റം ഓഫ് പവർ ടു ലീഡ്, എ സിസ്റ്റം ഓഫ് ലോജിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ നെറ്റിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ്, എന്നാലും നമ്മൾ കോൺട്രിബ്യൂഷൻസ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പോ ചെസ്റ്റർ ബർണാർഡിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് അയാള് ഓർഗനൈസേഷനെ എങ്ങനെയായിട്ടാണ് കണ്ടത്? എ സോഷ്യൽ സിസ്റ്റം വിച്ച് ഈസ് എ സിസ്റ്റം ഓഫ് കൾച്ചറൽ റിലേഷൻഷിപ്സ്. Then his contributions are concept of organization, that is formal and informal organization. ഇനി അടുത്തൊരു കോൺട്രിബ്യൂഷൻ ആണ് എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ. അത് ഇത്തരം ഈ 4 കാര്യങ്ങളാണ്. അതേപോലെ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അയാൾ ഒരു തിയറി കൊണ്ടുവരുന്നുണ്ട്, ആക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റി. ആക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റി, ബോട്ടം അപ്പ് തിയറി, ബോട്ടം അപ്പ് അതോറിറ്റി എന്നാണ് ഇയാൾ പറയുന്നത്. അതായത് ഒരു സുപ്പീരിയർ പറയുന്നത്, കമാൻഡ് ചെയ്യുന്നത് ഒരു സബോർഡിനേറ്റ് കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബോർഡിനേറ്റിന്റെ കാര്യങ്ങളെ സബോർഡിനേറ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നാണ്. അപ്പൊ ഒരു സബോർഡിനേറ്റ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ, അനുസരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും അവരോട് അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഇയാൾ പറയുന്നത്. അതുകൊണ്ട് അതോറിറ്റി വിൽ ബി എമേർജ്ഡ് ഫ്രം ബോട്ടം, നോട്ട് ഫ്രം ദ സുപ്പീരിയർ എന്നാണ് ഇയാൾ പറയുന്നത്. അതുകൊണ്ട് ആക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റി ഇയാൾ കൊണ്ടുവന്ന നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ്. പിന്നെ ഇയാൾ ഫങ്ഷൻസ് ഓഫ് ദ എക്സിക്യൂട്ടീവ് എന്ന ബുക്കും എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും എക്സിക്യൂട്ടീവ്സിന്റെ ഫങ്ഷൻസ് ആയിട്ട് ഇയാൾ പറയുന്നത് ഏതൊക്കെയാണ്? മെയിൻ്റനൻസ് ഓഫ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഫോർമൽ ഇന്ററാക്ഷൻസ്, സെക്യൂറിംഗ് ഓഫ് സർവീസസ് ഫ്രം ഇൻഡിവിജ്വൽസ്, ഫോർമുലേറ്റ് ആൻഡ് ഡിഫൈൻ ഓർഗനൈസേഷണൽ പർപ്പസ്. ഇതാണ് ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ദെൻ മോട്ടിവേഷനെ കുറിച്ച് ഇയാളുടെ ഒരു കോൺസെപ്റ്റ് എന്താണ്? മോട്ടിവേഷനെ കുറിച്ച് ഓപ്പർച്യൂണിറ്റി ഓഫ് പവർ ആൻഡ് ഡിസ്റ്റിങ്ഷൻ, പ്രൈഡ് ഓഫ് വർക്ക്മാൻഷിപ്പ്, പ്ലസന്റ് ഓർഗനൈസേഷൻ, പാർട്ടിസിപ്പേഷൻ, മ്യൂച്വൽ ആൻഡ് സപ്പോർട്ടിംഗ് ആറ്റിറ്റ്യൂഡ്സ്, ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ എംപ്ലോയീസ് വിൽ ബി മോട്ടിവേറ്റഡ് ടു വർക്ക് എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പൊ മോട്ടിവേഷന് വേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് എന്നാണ് ഇയാൾ പറയുന്നത്. പിന്നെ എക്സിക്യൂട്ടീവ് എഫക്റ്റീവ്നെസ്സിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആണ്. There should be having the power to lead or the quality of leadership പിന്നെ എക്സിക്യൂട്ടീവിന്റെ എഫക്റ്റീവ്നെസ്സിന് അത്യാവശ്യമാണ്. അതേപോലെ ഓർഗനൈസേഷണൽ ഇക്വിലിബ്രിയം എന്നൊരു കോൺസെപ്റ്റ് ഇയാൾ പറയുന്നുണ്ട്. അതിൽ മാച്ചിങ് ഓഫ് ഇൻഡിവിജ്വൽ എഫേർട്സ് ആൻഡ് ഓർഗനൈസേഷണൽ എഫേർട്സ് ടു സാറ്റിസ്ഫൈ ഇൻഡിവിജ്വൽസ്. ഒരു ഓർഗനൈസേഷൻ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുക? when the individual and organizational needs are encountered or they are matched between. അങ്ങനെ പരസ്പരം മാച്ച് ചെയ്യപ്പെടും. എന്റെ താല്പര്യവും ഓർഗനൈസേഷന്റെ താല്പര്യവും എന്റെ സബോർഡിനേറ്റ്സിന്റെ താല്പര്യവും ഒരേപോലെ ആകുമ്പോഴാണ് ഓർഗനൈസേഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്ന് ഇയാളുടെ അടുത്ത ഒരു കോൺട്രിബ്യൂഷൻ. അതായത് ഇതൊക്കെ വെച്ച് നിങ്ങൾ നോക്കി നോക്ക്, ഇയാൾ എന്തിനെ കുറിച്ചൊക്കെ പറഞ്ഞത്? ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ പറയുന്നു. അതേപോലെ എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷനിലും എ സിസ്റ്റം ഓഫ് പവർ ടു ലീഡ് പറയുന്നു, ഇൻസെന്റീവ്സ് കൊടുക്കണം എന്ന് പറയുന്നു. അതേപോലെ അതോറിറ്റി, ആക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റിയിൽ പറയുന്നത് എംപ്ലോയീസിനോട് അത്തരത്തിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡീൽ ചെയ്യണം എന്ന് പറയുന്നു. ഫങ്ഷൻസ് ഓഫ് ദി എക്സിക്യൂട്ടീവ്സിലും ഇൻഡിവിജ്വൽസിന് പ്രാധാന്യം കൊടുക്കുന്നു. അതേപോലെ മോട്ടിവേഷൻ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നു.
അതേപോലെ ലീഡർഷിപ്പ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നു. അതേപോലെ ഓർഗനൈസേഷണൽ ഇക്വിലിബ്രിയം എന്ന കോൺട്രിബ്യൂഷനിൽ അയാൾ പറയുന്നത് എംപ്ലോയീസിന്റെ അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ നീഡ്സ് ഓർഗനൈസേഷണൽ നീഡ്സുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുമ്പോഴാണ് ഒരു ഓർഗനൈസേഷണൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ എപ്പോഴും ഒരു ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെ ആളാണ്. കറക്റ്റ് അല്ലേ? റെഡിയാണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സർ, ഓക്കെയാണ്. ഓക്കെയാണ്. അതായത് ഇവരുടെ ഒക്കെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺട്രിബ്യൂട്ടേഴ്സിന്റെ ഒക്കെ, അതായത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒക്കെ കോൺട്രിബ്യൂഷനിലെല്ലാം ഒരു ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ഉണ്ട്. ഇന്നലെ നമ്മൾ പഠിച്ച ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിലാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവിലാണെങ്കിലും സയന്റിഫിക്കിലാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു ഹ്യൂമൻ റിലേഷനും ഇല്ല, ഒരു ഹ്യൂമൻ അപ്രോച്ചും ഇല്ല. ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് എംപ്ലോയീസിനെ പരിഗണിക്കുന്നില്ല. അവരെല്ലാവരും പറയുന്നത് എന്താണ്? ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റിയാണ്, മെക്കാനിക്കൽ നീഡ്സ് ആണ്, പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് ഫയോൾ പറയുന്നത്. അതേപോലെ യൂറോപ്യൻ ഓർഗനൈസേഷൻസ് വളരെ ഡിസോർഡർ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫോർമൽ ഹൈറാർക്കിയൽ സ്ട്രക്ചർ വേണമെന്നും റിട്ടേൺ ഡോക്യുമെന്റ്സ് വേണമെന്നും സ്ട്രിക്റ്റ് റൂൾസ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്യൂറോക്രസി കൊണ്ടുവന്ന ആളാണ് മാക്സ് വെബർ. അപ്പോ അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഹ്യൂമൻ ബീയിങ് റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് എന്നുള്ള രീതിയിൽ മനുഷ്യൻ ആണല്ലോ എന്നുള്ളൊരു അപ്രോച്ച് അതിലൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇവിടെ നോക്ക്, ഇവിടെ എല്ലാവരും ഈ ചെസ്റ്റർ ബെർണാർഡിന്റെ കാര്യത്തിൽ നോക്കുക, അയാൾ കൊണ്ടുവന്ന എല്ലാ കോൺട്രിബ്യൂഷനിലും ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള ഒരു അപ്രോച്ചിലാണ് എംപ്ലോയീസിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോഡേൺ അപ്രോച്ച് പ്രകാരം പല സ്ഥാപനങ്ങളും ഹ്യൂമൻ ബീയിങ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദേ ആർ ഇൻവെസ്റ്റിംഗ് മോർ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. അതുകൊണ്ട് സ്ഥാപനങ്ങൾ വിജയിച്ചു പോകുന്നുണ്ട് എന്നാണ്. ഓക്കെ, അപ്പം ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഓർത്തു വെക്കണം, ഒന്ന് എഴുതി വെച്ചാൽ നന്നാവും. ദെൻ വേറൊരു ഹ്യൂമൻ റിലേഷൻ കോൺട്രിബ്യൂഷൻ, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെ താഴെയുള്ള മറ്റൊരാളാണ് ഹെർബർട്ട് സൈമൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡിസിഷൻ തിയറി അപ്രോച്ച് എന്നാണ്. മാനേജ്മെന്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ്. Members of the organizations are decision makers and problem solvers, and the organization is a decision making unit. He looked at problems in totality of socio-psychological context. അതുകൊണ്ടാണ് ഇയാൾ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെ താഴെ വരുന്നത്. He looked at problems in totality of socio-psychological context. Concept of organization. ഇയാൾ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഇയാളുടെ കൺസെപ്റ്റ് എന്താണ്? Best way to analyze an organization is to find out where and by whom decisions are made. അത് നോക്കിയാൽ മതി. ഏതൊരു സ്ഥാപനത്തിന്റെയും സക്സസ് നോക്കാൻ, അതല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ നമുക്ക് അനലൈസ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം ആരാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ്. ഡിസിഷൻ മേക്കിങ്ങിന് സീക്വൻഷ്യൽ ആക്ടിവിറ്റീസ് എന്നും പറഞ്ഞ് അതൊന്നും നമുക്ക് ഹ്യൂമൻ റിലേഷനിൽ വരുന്നില്ല. പക്ഷെ ഇയാള് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത, അതല്ലെങ്കിൽ ഇയാളുടെ ഒരു കോൺട്രിബ്യൂഷൻസിൽ ഒരു സോഷ്യോ സൈക്കോളജിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഹ്യൂമൻ റിലേഷന്റെ താഴെ വരുന്നത്. ഇത് ഇയാളുടെ ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ബൗണ്ടഡ് റാഷണൽ, ഇത് നോക്ക്, സീക്വൻഷ്യൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ഇന്റലിജന്റ് ആക്ടിവിറ്റി, ഡിസൈൻ ആക്ടിവിറ്റി ആൻഡ് ചോയ്സ് ആക്ടിവിറ്റി. അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും നമുക്ക് വേണ്ട ഒരു സംഭവമാണ് സെർച്ചിങ് ദ എൻവയോൺമെന്റ്. പിന്നെ നമ്മുടെ ഡിസിഷൻ ആൾട്ടർനേറ്റീവ്സിനെ ഡിസൈൻ ചെയ്യണം. ഒരുപാട് ആൾട്ടർനേറ്റീവ്സിന്റെ ഇടയിൽ നിന്ന് ബെസ്റ്റ് വണ്ണിനെ ചൂസ് ചെയ്യണം. അതിനെയാണ് ചോയ്സ് എന്ന് പറയാ. അതാണ് ഡിസിഷൻ മേക്കിംഗിന്റെ 3 സീക്വൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബൗണ്ടഡ് റാഷണാലിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഇയാളാണ് കൊണ്ടുവന്നത്. വാട്ട് ഈസ് ബൗണ്ടഡ് റാഷണാലിറ്റി? റാഷണാലിറ്റി ഈസ് ബൗണ്ടഡ്. ദർ ഈസ് നോ കംപ്ലീറ്റ് റാഷണാലിറ്റി. അയാൾ കംപ്ലീറ്റ് റാഷണാലിറ്റിയെ എന്ത് ചെയ്യാണ്? ക്രിട്ടിസൈസ് ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ക്ലാസിക്കൽ മാനേജ്മെന്റിലെല്ലാം കംപ്ലീറ്റ് റാഷണാലിറ്റിയാണ്. റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറ, എന്താണ് റാഷണാലിറ്റി?
എന്താണ് കേട്ടില്ല? യുക്തിപൂർവം ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള ഓക്കെ ഓക്കെ. ഇനി അത് യുക്തിബോധത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ യുക്തി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നർത്ഥം. ഇന്നിപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്താ പറഞ്ഞത്? We have efficient system of hospitality and also we have complete stock of medicines to protect or to prevent COVID-19. അയാള് പൂർണ്ണമായിട്ട് അസുഖം ഭേദമായി വന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നിട്ടും ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ട് അയാൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയാണ്, ബാൽക്കണി തന്നെ പറയാണെന്ത്, എനിക്ക് പൂർണ്ണമായിട്ട് സുഖമായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, അമേരിക്കക്കാർ 2 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടാണ് അതിന്റെ പ്രസിഡന്റ് പറയുന്നത്, ഒരു കുഴപ്പമില്ല, കോവിഡ് വന്നാൽ ഒരു വിഷയമില്ല എന്ന് പറയുന്നത്. അപ്പോ അയാൾ പറയുന്നത് there is rationality. നമുക്ക് ഇഷ്ടം പോലെ മെഡിസിൻ ഉണ്ട്, വെന്റിലേറ്റർ ഉണ്ട്, സംവിധാനങ്ങളുണ്ട്, ആരും പേടിക്കണ്ട എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ ഇതൊരു റാഷണാലിറ്റിയാണ്, കംപ്ലീറ്റ് റാഷണാലിറ്റിയാണ്. നിങ്ങളൊക്കെ മതവിശ്വാസികളാണോ? മിക്കവാറും പലരും മതവിശ്വാസികളായിരിക്കും. ഒരു 90% ആളുകളും അവരവർ വിശ്വസിക്കുന്ന മതത്തിന്റെ ആളുകൾ തന്നെയാണ്. അപ്പം അവർക്ക് വിശ്വാസമുണ്ട്. അപ്പോ റാഷണാലിറ്റി ആണെങ്കിൽ മതത്തിനൊരു റോളും ഇല്ല എന്നർത്ഥം. ശരിയല്ലേ? ആണ്. അപ്പം എല്ലായ്പ്പോഴും റാഷണാലിറ്റി വർക്ക് ചെയ്തോളണം എന്നില്ല എന്നാണ് ബൗണ്ടഡ് റാഷണാലിറ്റിയുടെ അർത്ഥം. റാഷണാലിറ്റി, കംപ്ലീറ്റ് റാഷണാലിറ്റി എന്നൊരു സംഭവമില്ല. ബൗണ്ടഡ് റാഷണാലിറ്റിയാണ്. റാഷണാലിറ്റി ഈസ് ലിമിറ്റഡ്. അത് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ നാളെ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങളുടെ പയ്യന്നൂർ ടൗണില് ഒരു പയ്യന്നൂർ ടൗണിന്റെ ഡെവലപ്മെന്റ് ഒക്കെ ഞാൻ ഇന്ന് ഏതൊരു ചാനലിൽ കണ്ടു. നിങ്ങളുടെ MLA ആരാ? ശ്രീകൃഷ്ണനാണോ നിങ്ങളുടെ MLA? ആണോ? അതെ, കുറച്ച് പ്രായമുള്ള ആളല്ലേ? സംസാരിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പുതിയ റോഡ് വരുന്നതും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അവിടെ വരുന്നതൊക്കെ കണ്ടു. അപ്പോ പയ്യന്നൂർ ടൗണിൽ ഒരു ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനം ചെയ്യാൻ നാളെ CM വരികയാണ്. അതിനൊരു പന്തലൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ പന്തലും എല്ലാ സംവിധാനങ്ങളും, ഞാൻ അലിഗറിലാണ് പഠിച്ചത്, അലിഗറിലെ രാഹുൽ ഗാന്ധി വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഗ്രൗണ്ടിൽ വലിയ പന്തലൊക്കെ ഇട്ട് ഭയങ്കര സംഭവമായിട്ട് രാഹുൽ ഗാന്ധി വരുന്നതിന്റെ മുന്നോടിയായിട്ട് പിന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നെ വലിയ പന്തലൊക്കെ ഇട്ടു. അവിടെ റിഹേഴ്സലൊക്കെ നടത്തി. അവർ വരുന്നതുമായി ബന്ധപ്പെട്ട് ഹൈസെറ്റ് കാറ്റഗറി സെക്യൂരിറ്റിയാണ് ആ സമയത്തൊക്കെ. സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് റിഹേഴ്സൽ പറക്കലൊക്കെ നടത്തി നോക്കി. എല്ലാ സംവിധാനങ്ങളും കംപ്ലീറ്റ് റാഷണാലിറ്റിയുടെ മുകളിൽ വർക്ക് ചെയ്തു. അടിപൊളിയായിട്ട് അവിടെ Z കാറ്റഗറി, അതേപോലെ SPG ഫോഴ്സ്, ഒരു മലയാളി ഉണ്ടായിരുന്നു, അവരോടൊക്കെ സംസാരിച്ചു. ഒക്കെ ഓക്കെയാണ്, കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പിറ്റേന്ന് അയാൾ വന്നില്ല, വരാൻ പറ്റിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ മഴ പെയ്തു. ഈ മഴയെ നമുക്ക് റാഷണാലിറ്റി കൊണ്ട് തടുത്തു നിർത്താൻ പറ്റുമോ? തടുത്തു നിർത്താനൊക്കെ പറ്റും. പക്ഷെ ഇന്നലെ വരെ ഒരു മഴയുടെ ഒരു സൂചന പോലും ഇല്ലാതിരുന്ന, കുറേ ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് മഴ പെയ്യാത്തൊരു നാട്ടില് നമ്മൾ ഒരിക്കലും മഴ പ്രതീക്ഷിക്കുന്നു പോലും ഇല്ല. പക്ഷെ അന്ന് മഴ പെയ്തു. അപ്പൊ എപ്പോഴും നമ്മൾ ഏതൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിലും കംപ്ലീറ്റ് റാഷണാലിറ്റി എൻ്റെ മോള് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുക്കരുത്. എപ്പോഴും സംതിങ് ഇറാഷണൽ മേ ഓൾസോ ഹാപ്പൻ എന്നാണ് ഇയാൾ പറയുന്നത്. അതുകൊണ്ടാണ് ആ കൺസെപ്റ്റ് അങ്ങനെ ബൗണ്ടഡ് റാഷണാലിറ്റി. ഇതൊക്കെ നെറ്റിന് ചോദിച്ച ചോദ്യങ്ങളാണ്. അതേപോലെ ഇതാണ് നമുക്ക് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് മാൻ, അതായത് ഏതൊരു ഓർഗനൈസേഷനിലും ഒരു മാനേജറാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാൻ എന്ന് പറയുന്നത്. അതായത് മാനേജറുടെ ഡ്യൂട്ടി എന്താണ്? He has satisfying approach in decision making rather than the maximizing approach.
അതേപോലെ he can make decisions without determining all possible alternatives. ആ ബി നമ്മുടെ ബൗണ്ടഡ് റാഷണാലിറ്റിയുമായി കണക്ഷൻ ആണ്. എന്നാൽ എ നോക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് മാന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ഡിസിഷൻ മേക്കിങ്ങിൽ മാക്സിമൈസിങ് അപ്രോച്ചിനേക്കാൾ ഉണ്ടാവേണ്ടത് സാറ്റിസ്ഫൈയിങ് അപ്രോച്ച് എന്നാണ്. ഇന്ന് സെയിൽസ്മാനെ രാവിലെ 9 മണിക്ക് ഡ്യൂട്ടിക്ക് പറഞ്ഞയച്ചതാണ്. രാത്രിയായി 7-8 മണിയായി അയാൾ റൂട്ടിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും നല്ല ക്ഷീണമുണ്ട്. എന്നിട്ട് അയാളോട് പറയാണ് നാളേക്കുള്ള ലോഡ് കയറ്റി വെക്കണം എന്ന് പറയണം. അപ്പം ഇവിടെ മാനേജർ ഇയാളോട്, ഈ സെയിൽസ്മാനോട് കമാൻഡ് ചെയ്യുന്ന മാനേജറുടെ ലക്ഷ്യം മാക്സിമൈസിങ് അപ്രോച്ചാണ്. എന്നാൽ സാറ്റിസ്ഫൈയിങ് അപ്രോച്ച് ഉള്ള ഒരു മാനേജർ എന്താ ചെയ്യുക? 7 മണിയാവുമ്പോഴേക്കും അയാളോട് പോയി കിടന്നുറങ്ങാൻ പറയും. എന്നിട്ട് അത് ലോഡ് ചെയ്യാൻ വേറെ ആളെ വെക്കും. അപ്പം ഒരു മാനേജർക്ക് എപ്പോഴും എംപ്ലോയീസിനോട് എന്ത് അപ്രോച്ച് ഉണ്ടാവണം? സാറ്റിസ്ഫൈയിങ് അപ്രോച്ച് ഉണ്ടാവണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊരു ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് ആണ്, കറക്റ്റ് അല്ലേ? ഇതൊക്കെ വലിയ കോൺസെപ്റ്റുകളാണ്, ഞാൻ മനസ്സിലാക്കുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാണ് നിങ്ങൾക്ക്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് മാൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കോൺസെപ്റ്റ് ഇയാൾ ഒരു കോൺട്രിബ്യൂഷൻ ഇയാൾ തരുന്നുണ്ട്. ആ കോൺട്രിബ്യൂഷനിൽ ഇയാൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് ദ മാനേജർ ഓർ ദ അഡ്മിനിസ്ട്രേറ്റീവ് മാൻ ഷുഡ് ഹാവ് സാറ്റിസ്ഫൈയിങ് അപ്രോച്ച് ടു ദ എംപ്ലോയീസ് റാദർ ദാൻ മാക്സിമൈസിങ് അപ്രോച്ച്. അതേപോലെ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഇയാൾ ഒരു കോൺട്രിബ്യൂഷൻ പറയുന്നു. എന്താണ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കോൺട്രിബ്യൂഷൻ ഇയാളുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അപ്പം ഇത് ഹ്യൂമൻ റിലേഷനുമായി ബന്ധമില്ല എന്നാലും, അപ്പം ഹെർബർട്ട് സൈമന്റെ ഡിസിഷൻ തിയറി അപ്രോച്ച് ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് ആണ്. അപ്പൊ അയാളുടെ കോൺട്രിബ്യൂഷൻസിന് നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. എങ്ങനെയൊക്കെയാണ്? ഹി ലുക്ക്ഡ് അറ്റ് പ്രോബ്ലംസ് ഇൻ ടോട്ടാലിറ്റി ഓഫ് സോഷ്യോ സൈക്കോളജിക്കൽ കോണ്ടെക്സ്റ്റ്. അതേപോലെ അയാളുടെ കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ഓർത്ത് വെക്കുക. ഡിസിഷൻ മേക്കിംഗ് stages ഉണ്ട്. 3 sequential activitiesലൂടെയാണ് ഡിസിഷൻ മേക്കിംഗ്. ഹലോ സർ, ആ അഡ്മിനിസ്ട്രേറ്റീവ് മാനില് ബി പോയിന്റ് ഒന്ന് പറഞ്ഞുതരുമോ? ബി പാർട്ട് ഇതാണ്. ബി പാർട്ട് ഈ റാഷണാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. He can make decisions without determining all possible alternatives. എല്ലാ ആൾട്ടർനേറ്റീവ്സിനെയും നമ്മൾ നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നിങ്ങൾ എന്നെ പറ. അതാണ് ഞാൻ രാഹുൽ ഗാന്ധിയുടെ വിഷയം പറഞ്ഞത്. എല്ലാ പോസിബിൾ ആൾട്ടർനേറ്റീവ്സിനെയും ഡിറ്റർമിൻ ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് ഡിസിഷൻ മേക്കിംഗ് പറ്റില്ല. അതൊരിക്കലും പറ്റില്ല. കാരണം there is no complete rationality. There is no complete rationality. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് മാൻ എപ്പോഴും എല്ലാ പോസിബിൾ ആൾട്ടർനേറ്റീവ്സും നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കരുത് എന്നർത്ഥം. ഇപ്പോ നിങ്ങൾ ലൈഫ് മിഷനിൽ 1000കണക്കിന് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതില് ചില പാവപ്പെട്ടവരെക്കാൾ വലിയ കുറച്ചും കൂടി എന്താ പറയാ, വളരെ മോശമായ ആളുകളെ തഴഞ്ഞുകൊണ്ട് ചിലപ്പോ ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ എന്ന് കരുതി ഗവൺമെന്റിനെ ഇങ്ങോട്ട് ക്രിട്ടിസൈസ് ചെയ്യരുത്. അത് ചിലപ്പോ നമ്മളുടെ ഒരു എന്തായിരിക്കും, നമ്മൾ ആരും പടച്ചോണൊന്നും അല്ലല്ലോ, നമ്മൾ ആരും എല്ലാ ദൈവികമായ കഴിവുള്ളവരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് മാനിന് എല്ലാ പോസിബിൾ ഔട്ട്കംസും നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഒരു 80% ഓക്കെ ആണെങ്കിൽ യെസ്, കണ്ടിന്യൂ വിത്ത് ദാറ്റ് ഡിസിഷൻ എന്നാണ്. ഓക്കെ, അപ്പം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇയാൾ മെയിൻ ആയിട്ട് ഹെർബർട്ട് സൈമൺ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ചിന്റെ ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പിന്നെ ഇവിടെ എല്ലാം ഇതെല്ലാം ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇതിൽ 1-2 പോയിന്റുകളിൽ മാത്രമാണ് ഹ്യൂമൻ റിലേഷൻ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെ താഴെയായിട്ട് ഇത് പറയുന്നത്. ഓക്കെ അപ്പൊ ഈ പോയിന്റ് ബി പോയിന്റ് എന്തുമായി കണക്റ്റഡ് ആണ്? ബൗണ്ടഡ് റാഷണാലിറ്റിയുമായി കണക്റ്റഡ് ആണ്. അതല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗുമായിട്ട് കണക്റ്റഡ് ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ സർ. Then Peter F. Drucker, father of modern management ആയിട്ടാണ് ഇയാളെ പരിഗണിക്കുന്നത്. വലിയ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. നേച്ചർ ഓഫ് മാനേജ്മെന്റ് ഒരു കോൺട്രിബ്യൂഷൻ ആണ്. മാനേജ്മെന്റ് ഫങ്ഷൻസ് പീറ്റർ ഓഫ് ഡ്രക്കർ പറയുന്ന ഫങ്ഷൻസ് വേറെയാണ്.
മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വേറൊരു കോൺട്രിബ്യൂഷൻ അയാളുടേതുണ്ട്. അതേപോലെ താഴെ പോയിട്ടതാ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതേപോലെ 3 ബേസിക് ആസ്പെക്ട്സ് ഇൻ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഓർഗനൈസേഷണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് പീറ്റർ ഓഫ് ഡ്രക്കറുടേതുണ്ട്. പീറ്റർ ഓഫ് ഡ്രക്കറുടെ കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറും MBO എഴുതി പോരരുത് എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നേച്ചർ ഓഫ് മാനേജ്മെന്റ് ഈസ് അഗെയിൻസ്റ്റ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് and emphasized on management with creative thinking and innovations. ഇയാള് MBO is a new phenomenon in the field of management എന്നാണ്. അതൊരു പെർട്ടിക്കുലർ വേ ഓഫ് തിങ്കിങ് ആണത്. ഒരു ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ ടെക്നിക് ഇൻ മാനേജ്മെന്റ്. അത് മാനേജ്മെന്റിൽ ഒരു ടെക്നിക്ക് മാത്രമല്ല. നമ്മൾ മോഡേൺ മാനേജ്മെന്റ് ടെക്നിക്കായിട്ട് MBO പറയുന്നുണ്ട്. പക്ഷെ അത് വെറും ഒരു ടെക്നിക്ക് ഒന്നുമല്ല. അത് മാനേജ്മെന്റ് ഫിലോസഫിയെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ പ്രതിഭാസമാണ് MBO എന്നുള്ളത്. അതുകൊണ്ട് പീറ്റർ ഓഫ് ഡ്രക്കർ മാനേജ്മെന്റിനെ കണ്ടത് തന്നെ എങ്ങനെയാണ്? വിത്ത് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ഇന്നോവേഷൻസ് ഒക്കെ ആവശ്യമുള്ള ഒരു സെപ്പറേറ്റ് ഫീൽഡ് ഓഫ് ഡിസിപ്ലിൻ ആണ് മാനേജ്മെന്റ് എന്ന് പീറ്റർ ഓഫ് ഡ്രക്കർ പറയുന്നു. അതുകൊണ്ട് നേച്ചർ ഓഫ് മാനേജ്മെന്റിന്റെ നേച്ചറിനെ അയാൾ പറയുന്നത് ഇറ്റ് ഈസ് ഡിസിപ്ലിൻ ഓഫ് ക്രിയേറ്റീവ് and logical thinking and innovations എന്ന് നേച്ചർ ഓഫ് മാനേജ്മെന്റിൽ അയാൾ പറയും. പീറ്റർ ഓഫ് ഡ്രക്കറെ സംബന്ധിച്ചിടത്തോളം ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷൻ അക്കോർഡിംഗ് ടു ഡ്രക്കർ, മാനേജ്മെന്റ് ഈസ് ദ ഓർഗാൻ ഓഫ് ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഹാസ് നോ ഫങ്ഷൻസ് ഇൻ ഇറ്റ് സെൽഫ് ആൻഡ് നോ എക്സിസ്റ്റൻസ് ഇൻ ഇറ്റ് സെൽഫ്. ഹി സീസ് മാനേജ്മെന്റ് ത്രൂ ഇറ്റ്സ് ടാസ്ക്സ്. Accordingly, there are 3 basic functions of a manager which he must perform to enable the institution to make its contribution for the specific purpose and mission of the institution, whether business, hospital or university, making work productive and the work achieving, and managing social impacts and social responsibilities. ഇതിനാണ് ഈ ഫങ്ഷൻസ് ആണ് ചെയ്യാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നേരത്തെയുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ് എന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ആലോചിച്ച് ഈ പോയിന്റ് ഒക്കെ നോക്ക്. മാനേജിങ് സോഷ്യൽ ഇമ്പാക്ട്സ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെയാണ് ഒരു മാനേജറുടെ ഡ്യൂട്ടി. സോഷ്യൽ ഇമ്പാക്ട് നോക്കണം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നോക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇന്നോവേറ്റീവ് ആയ രീതിയിൽ മാനേജ്മെന്റിനെ ഒരു മോഡേണൈസ് ചെയ്തുകൊണ്ട് മാനേജ്മെന്റ് ഫീൽഡിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്ത ആളാണ് പീറ്റർ ഓഫ് ഡ്രക്കർ. അതേപോലെ ഈ നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ട്. അതേപോലെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO നെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം, നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സാധനമാണ്. എന്നാലും ഞാൻ ഇതിൽ ചില കീ റിസൾട്ട് ഏരിയാസ്, ഇതൊക്കെ അറിയോ? കീ റിസൾട്ട് ഏരിയാസ് ഒക്കെ ഹലോ ഹലോ പോയോ എല്ലാരും? ഇല്ല സർ, കീ റിസൾട്ട് ഏരിയ അറിയില്ല. ഓ ഇല്ല സർ, റിസൾട്ട് ഏരിയ അറിയില്ല. എന്താണ് അനുഷ പറയുന്നത്? കീ റിസൾട്ട് ഏരിയ അറിയില്ലാന്ന്. അറിയില്ല. അപ്പൊ ഇതുവരെ പറഞ്ഞ ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി പറയണോ? അല്ലെങ്കിൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കണോ? മെമ്മറൈസ് ചെയ്യണോ? ചെയ്യാൻ സാർ. ഒന്നാമത് ഒരുപാട് പുതിയ പേരില്ലോണ്ട് ഡൗട്ട് ഉണ്ട്. ഡൗട്ടുണ്ടോ? ഡൗട്ടല്ല, ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതൊന്നും ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാം. നോക്കാം. ഇതില് നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റിനെ രണ്ടായിട്ട് പറയാം, ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് എന്നും ബിഹേവിയറൽ മൂവ്മെന്റ് എന്നും. നമ്മൾ ഇപ്പോഴും ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റിലാണ്, ബിഹേവിയറൽ മൂവ്മെന്റിലേക്ക് എത്തിയിട്ടില്ല. ആദ്യത്തെ കോൺട്രിബ്യൂട്ടർ എൽട്ടൺ മായോ ആണ്. അയാൾ എക്സ്പെരിമെന്റ്സ് നടത്തുന്നു, എന്നിട്ട് അയാൾക്ക് മനസ്സിലാവുന്നു പേഴ്സണൽ കൗൺസിലിംഗ് ആണ് വേണ്ടത് എന്ന് മനസ്സിലാവുന്നു. ഓക്കെ. മേരി പാർക്കർ ഫോലറ്റിനെ കുറിച്ച് പറഞ്ഞു. മദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ആണ്. സയന്റിഫിക് മാനേജ്മെന്റിനെ എതിർത്തുകൊണ്ട് സംസാരിച്ച ആളാണ്. പോപ്പുലർ ഡെഫിനിഷൻ കൊടുത്ത ആളാണ്. ഓക്കെ. അതേപോലെ നമ്മൾ വേറൊരാളെ പറഞ്ഞത് ആരായിരുന്നു? ലെവിനെ പറഞ്ഞു. കെർട്ട് ലെവിനെ കുറിച്ച് പറഞ്ഞു. അയാൾ എന്തായിരുന്നു? ലീഡർഷിപ്പ് സ്റ്റൈൽസ് കൊണ്ടുവന്നു. ലീഡർഷിപ്പ് സ്റ്റൈൽസ്
ഏതൊക്കെ ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമ്മൾ പോപ്പുലർ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ലേസസ് ഫെയർ, അതേപോലെ ഓർഗനൈസേഷണൽ ചേഞ്ച് മോഡൽ കൊണ്ടുവന്നു. പിന്നെ അയാളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ല, എന്തായിരുന്നു? ഫോഴ്സ് ഫീൽഡ് അനാലിസിസ്. ഫോഴ്സ് ഫീൽഡ് അനാലിസിസ്. അത് നമ്മൾ ചിത്രം വെച്ച് തന്നെ പഠിക്കാനുണ്ട്. ഒരു ചേഞ്ച് കൊണ്ടുപോകും, അതും ചേഞ്ച് മോഡലാണ്, ഓർഗനൈസേഷണൽ ചേഞ്ച് മോഡലാണ്. ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് അതിന്റെ പോസിറ്റീവും നെഗറ്റീവ് ആസ്പെക്റ്റുകളും നോക്കിയിട്ട് ഓരോ പോസിറ്റീവ് ആസ്പെക്റ്റിനും മാർക്ക് ഇടുക, ഓരോ നെഗറ്റീവ് ആസ്പെക്റ്റിനും മാർക്ക് ഇടുക. അങ്ങനെ എല്ലാ മാർക്കും കൂടി കൂട്ടിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് പോസിറ്റീവ് ആസ്പെക്റ്റിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് ദ ചേഞ്ച്, ഓർ നെഗറ്റീവ് ആസ്പെക്റ്റിനാണ് കൂടുതൽ മാർക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ചേഞ്ച് കൊണ്ടുവരാതിരിക്കുക. അങ്ങനെയാണ് ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് ഒക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അതേപോലെ വേറൊരു കോൺട്രിബ്യൂഷൻ ആണ് റെൻസിസ് ലിക്കേർഡ്. ലിക്കേർഡ് സ്കെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പിന്നെ അയാളുടെ അതില് നമ്മുടെ 2 പുസ്തകങ്ങൾ അയാളുടെ പറഞ്ഞിട്ടുണ്ട്. പുസ്തകങ്ങൾ എന്നോട് മറന്നുപോയി. പിന്നെ നോട്ട്സിൽ ഉണ്ടാവും. പിന്നെന്താണ് റെൻസിസ് ലിക്കേർഡിന്റെ കാര്യത്തില് എന്താണ് അയാൾ മെയിൻ ആയിട്ട് പറഞ്ഞത്? എന്തായിരുന്നു? എക്സ്പ്ലോയിറ്റേറ്റീവ്, ബെനവലന്റ്, അത് അയാളല്ലായിരുന്നോ? പാർട്ടിസിപ്പേറ്റീവ്, ഡെമോക്രാറ്റിക് സ്റ്റൈല് കൊണ്ടുവന്നത് അയാളാണ്. അതേപോലെ എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് കൊണ്ടുവരണം. ലോ പ്രൊഡക്ടിവിറ്റിക്കും ലോ മൊറൈലിനും ഒക്കെ കാരണം ജോബ് ഓറിയന്റഡ് സൂപ്പർവിഷൻ ആണ്. അത് മാറിയിട്ട് എന്താവണം? പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പിന്നെ അയാളുടെ ഒരു കോൺട്രിബ്യൂഷനോട് പറഞ്ഞു ലിങ്കിങ് പിൻ മോഡൽ. അതിൽ ഫ്രാൻസിസ് ലിക്കേർഡിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ലിങ്കിങ് പിൻ മോഡൽ. പിന്നെ നമ്മള് ചെസ്റ്റർ ബെർണാർഡിന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ സോഷ്യൽ സിസ്റ്റം. ഓർഗനൈസേഷൻ ഈസ് വ്യൂഡ് ആസ് എ സോഷ്യൽ സിസ്റ്റം വിച്ച് ഈസ് എ സിസ്റ്റം ഓഫ് കൾച്ചറൽ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞ പിന്നെ ആളാണ് ചെസ്റ്റർ ബെർണാർഡ്. പിന്നെ അയാളുടെ കോൺട്രിബ്യൂഷൻസ് ആണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 4 എലമെന്റ്സ് പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റേഷൻ, ഇൻസെന്റീവ്സ്, എ സിസ്റ്റം ഓഫ് പവർ ടു ലീഡ്, പിന്നൊന്നുകൂടി ഉണ്ട് എ സിസ്റ്റം ഓഫ് ലോജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. അതേപോലെ ആക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റി കൊണ്ടുവന്നത് അയാളാണ്. പിന്നെ അയാള് മോട്ടിവേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വർക്ക് ഇറ്റ് സെൽഫ്, അതേപോലെ മ്യൂച്വൽ ആൻഡ് സപ്പോർട്ടിങ് ആറ്റിറ്റ്യൂഡ്സ്, ഒരു സ്ഥാപനത്തിനോട് ഒരു സെൻസ് ഓഫ് എന്റേതാണ് സ്ഥാപനം എന്ന് തോന്നുക, അതിന് ഒരു ബിലോങ്ങിങ്നെസ് തോന്നുക. അതേപോലെ ഓർഗനൈസേഷണൽ ഇക്വിലിബ്രിയം കോൺസെപ്റ്റ് കൊണ്ടുവന്നതും ആരെന്നെയാണ്? ഈ ചെസ്റ്റർ ബെർണാർഡാണ്. ഇങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെസ്റ്റർ ബെർണാർഡിന്റെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഹെർബർട്ട് സൈമന്റെ ഡിസിഷൻ തിയറി അപ്രോച്ച് ആണ്. അവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അഡ്മിനിസ്ട്രേറ്റീവ് മാനെ പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവ് മാന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ബൗണ്ടഡ് റാഷണാലിറ്റി എന്നൊരു കോൺസെപ്റ്റിനെ പറഞ്ഞു, ഡിസിഷൻ മേക്കിങ്ങിന്റെ സീക്വൻഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ he looked at the problems in a socio-psychological context, and also administrative manly he has satisfying approach rather than maximizing approach ആണ്. ഓക്കെ, ഇനി പറഞ്ഞത് പീറ്റർ ഓഫ് ഡ്രക്കറുടെ കോൺട്രിബ്യൂഷൻ ആണ്. അതിലെ നേച്ചർ ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഫങ്ഷൻസ് പറഞ്ഞു. പിന്നെ നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് MBOയിലാണ്. പിന്നെ നമ്മൾ ആരോ വിട്ടുപോയോ? ഹലോ, ആരെങ്കിലും വിട്ടുപോയോ നമ്മള്? ഇല്ല. ഓക്കെ, വിൽഫ്രെഡോ പാരറ്റോ. അതിന്റെ ആളല്ല വിൽഫ്രെഡോ പാരറ്റോന്റെ, അതിന് നമ്മള് പോപ്പുലറൈസ് ചെയ്തത് ഇയാളാണ് എന്നാണ്. ഓക്കെ, നിങ്ങളെ കയ്യില് നോട്ട്സ് ഇല്ലേ ഇതിന്റെ? ഓക്കെ, നമ്മള് ഒരു 2 മിനിറ്റ് കൂടി പീറ്റർ ഓഫ് ഡ്രക്കറിന്റെ കൂടി നോക്കി ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് ഏകദേശം കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് റിഫ്രഷ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആ സമയത്ത് നോക്കിയാൽ മതി. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് നോക്കുക ഹാസ് ഗോട്ട് കൺസിഡറബിൾ അറ്റൻഷൻ ബിക്കോസ് ഇറ്റ് ഫോക്കസസ് ഷാർപ്ലി ഓൺ ഒബ്ജക്റ്റീവ്സ് ഓർ റിസൾട്ട്സ് ആൻഡ് ഇറ്റ് എംഫസൈസസ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. അതുകൊണ്ടാണ് MBO അത്ര പോപ്പുലർ ആയി പോയത്. ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളത്, ആദ്യം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, അതിനനുസരിച്ച് മാനേജ് ചെയ്യുക, ഇതാണ് MBO എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ അത് പോപ്പുലർ ആയി. അതേപോലെ
പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത കൺസെപ്റ്റാണ് MBO. എ പെർട്ടിക്കുലർ, ഞാൻ നേരത്തെ പറഞ്ഞത്, എ പെർട്ടിക്കുലർ വേ ഓഫ് തിങ്കിങ് അബൌട്ട് മാനേജ്മെന്റ്, നോട്ട് മിയർലി എ ടെക്നിക്. എ ടെക്നിക് ഈസ് അപ്ലൈഡ് ഇൻ സെലക്ടഡ് പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ടെക്നിക് എന്ന് പറയാ എപ്പോഴാണ്, നമ്മളൊരു ടെക്നിക് ഉപയോഗിക്കുക എപ്പോഴാണ്, അത് സെലക്ടഡ് പാർട്സ് ഓഫ് ദി ഓർഗനൈസേഷനിൽ, അതല്ലെങ്കിൽ ഇന്ന ഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ it is not only a technique but also ഒരു ടെക്നിക്ക് മാത്രമല്ല, അതൊരു പെർട്ടിക്കുലർ വേ ഓഫ് തിങ്കിങ് ആണ്. തിങ്കിങ്ങിൽ തന്നെയുള്ള ഒരു മാറ്റമാണ്, ഒരു മെന്റൽ റെവല്യൂഷൻ ആണ്. MBO employs several techniques but it is not merely the sum total of all these techniques. MBO ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, എംപ്ലോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ് അത് ഒരുപാട് ടെക്നിക്കുകളുടെ ഒരു സം ടോട്ടൽ ആണ് എന്ന് പറഞ്ഞ് MBOനെ ചെറുതാക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ന്യൂ ഫിനോമിനൻ ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെന്റ്, എ ന്യൂ വേ ഓഫ് തിങ്കിങ് ആൻഡ് എ ന്യൂ വേ ഓഫ് innovation in the field of management. It believes in setting specific measurable goals at all the levels of organization. Joint discussion of and agreement upon goals by the superior and the subordinate. ഇതാണ് അവിടെ നടക്കുന്നത്. It works on the concept that let people know what is expected of them, allow them in setting goals, tell them how they are doing and reward on the basis of results. ഇതാണ് MBOയിൽ നടക്കുന്നത്. Objectives in MBO provide guidelines for appropriate system and procedures. Resource allocation, delegation of authority, etc. are determined on the basis of objectives, and reward and punishment system is attached with the achievement of the objectives. Okay അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും. ഓരോ ഇൻഡിവിജ്വലിൻ്റെതും ഓരോ ഡിപ്പാർട്ട്മെന്റതും അങ്ങനെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് ആദ്യം സെറ്റ് ചെയ്യും. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റിന് സെറ്റ് ചെയ്ത് കൊടുക്കും, ഇൻഡിവിജ്വൽ ലെവലിലും സെറ്റ് ചെയ്ത് കൊടുക്കും, യൂണിറ്റ് ലെവലിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവരുമായിട്ട് ജോയിന്റ് കൺസൾട്ടേഷൻ ആണ്. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എത്രത്തോളം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാനുണ്ടോ അതിനനുസരിച്ച് അവർക്ക് ആവശ്യമായ ഫണ്ടും മെറ്റീരിയലുകളും മറ്റു പീപ്പിളും ഒക്കെ അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇതിനെയാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിസോഴ്സ് അലോക്കേഷനും ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എക്സെട്ര ആർ ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ എക്സ്റ്റെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, ദ വോളിയം ഓഫ് ഒബ്ജക്റ്റീവ്സ്, ആൻഡ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് സിസ്റ്റം ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദ അച്ചീവ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ്. സ്റ്റെപ്സ് ഏതൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. സെറ്റിംഗ് ഓഫ് ഓർഗനൈസേഷണൽ പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആദ്യത്തെ സ്റ്റെപ്സ് ആണ്. ആദ്യത്തേത് വൈ ഡസ് ദ ഓർഗനൈസേഷൻ എക്സിസ്റ്റ്, വാട്ട് ബിസിനസ് ആർ വി ഇൻ, ഇതൊക്കെയാണ് ആദ്യം വേണ്ടത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു ബോധം വേണം. നമ്മളിപ്പോ എന്താണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇന്നിപ്പോ ഇതാ ഒരു കുട്ടിക്ക് രാജ്യത്തെ ഈ എന്ത് റിസൾട്ടാണ് ഇന്ന് വന്നത്, നമ്മുടെ IIT-കളിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ റിസൾട്ട് വന്നു. അതിൽ കാസർഗോഡിലുള്ള നിങ്ങളുടെ സമീപ ജില്ലയായ കാസർഗോഡിലുള്ള ആ കുട്ടി 1ാം റാങ്കോട് കൂടി ജയിക്കുന്നു. ആ കുട്ടിയുടെ റെസ്പോൺസ് എന്ന് കണ്ടോ, 7 മണിക്കൂർ പഠിക്കും. 7 മണിക്കൂറിൽ 3.5 മണിക്കൂർ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസിംഗ് ആണ്. ഡെയിലി 7 മണിക്കൂറാണ് കുട്ടി പഠിക്കുന്നത്. അതിൽ 3.5 മണിക്കൂർ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസിംഗ് ആണ്. ആ കുട്ടി 1ാം റാങ്ക് എത്തുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 1ാം റാങ്ക് എത്തുന്നവർ മുഴുവൻ സക്സസ് ഈസ് നെവർ എ മാറ്റർ ഓഫ് ചാൻസ്. സക്സസ് ഒരിക്കലും ഒരു ചാൻസിലൂടെ കിട്ടുന്ന ഒരു സംഭവം ഒന്നും അല്ല ഒരിക്കലും സക്സസ്. ഈ ജയിച്ചു വരുന്ന 1ാം റാങ്കുകാരന്റെ 1ാം റാങ്ക് മുതൽ 100 റാങ്ക് വരെയുള്ളവരുടെ ഒരു റെസ്പോൺസ്, പ്രതികരണം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു 7 മണിക്കൂർ പഠിക്കുന്നു, നിങ്ങൾ ചെയ്യുക, 7 മണിക്കൂർ പഠിക്കുക, അതിൽ 3.5 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ വിജയം ഉറപ്പാണ്. നിങ്ങളെപ്പോലെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഇതിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത്, ഇഗ്നറൻസ്, നമ്മൾ ഇതിനെ അവഗണിച്ച് തള്ളുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഓക്കെ, മണ്ടത്തരം കാണിച്ചിട്ട് ധൈര്യം കാണിക്കുന്നു എന്ന് പണ്ട് മറ്റേ പൃഥ്വിരാജിനോട് ചോദിച്ചിട്ടുണ്ട് സിദ്ദിഖ്. ഏത് സിനിമയിലായിരുന്നു? പോക്കിരി രാജ സിനിമ ഇല്ലടാ, ചോദിച്ചിട്ടില്ലേ? നിങ്ങളില്ലേ കൂട്ടത്തിൽ? നിങ്ങൾ ഇവിടെ ഇല്ലേ? ഉറങ്ങാതിരിക്കാൻ പറഞ്ഞ കോമഡിയാണ്. ഓക്കെ, അപ്പം കീ റിസൾട്ട് ഏരിയാസ് ആദ്യം വേണ്ടത് സെറ്റിംഗ് ഓഫ് ഓർഗനൈസേഷണൽ പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നാണ്.
പിന്നെ വേണ്ടത് കീ റിസൾട്ട് ഏരിയാസ്, KRA എന്ന് ചുരുക്കി വിളിക്കും, KRAs, കീ റിസൾട്ട് ഏരിയാസ്. ക്ലിയർ ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ഈസ് റിക്വയർഡ് ഇൻ 8 areas. 8 areas. Clear objective setting is required in 8 areas. ഇത് പീറ്റർ എഫ് ഡ്രക്കർ പറയാണ്. ഏതൊക്കെയാണ് ആ കീ റിസൾട്ട് ഏരിയാസ്? മാർക്കറ്റ് സ്റ്റാൻഡിംഗ്, ഇന്നോവേഷൻ, പ്രൊഡക്ടിവിറ്റി, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, പ്രോഫിറ്റബിലിറ്റി, മാനേജറിയൽ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ്, വർക്ക് പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, പബ്ലിക് റെസ്പോൺസിബിലിറ്റി. അപ്പം ഇത് പീറ്റർ എഫ് ഡ്രക്കറുടെ കോൺട്രിബ്യൂഷൻ ആണ്. ഈ KRA നമുക്കൊക്കെ മാറും. ചിലപ്പോൾ നമുക്ക് മാർക്കറ്റ് സ്റ്റാൻഡിങ്ങും ഇന്നോവേഷനും പ്രൊഡക്ടിവിറ്റിയും ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും, പ്രോഫിറ്റബിലിറ്റിയും വേണ്ടി വരും. ചിലത് വേണ്ടി വരില്ല, ചിലത് പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഏതൊരു ഓർഗനൈസേഷനും ഈ 8 areasൽ ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സെറ്റിംഗ് നിർബന്ധമാണ്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റത്തെ മാർക്കറ്റ് സ്റ്റാൻഡിങ്. നമ്മളെ മാർക്കറ്റിലെ ഇപ്പോഴത്തെ ഷെയർ എന്താണ്? നമ്മൾ മാർക്കറ്റിൽ ഇപ്പോ നമ്മൾ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മുടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ്, നിങ്ങൾ അവിടെ ഉണ്ടോ ഗുഡ് ഡേ ബിസ്ക്കറ്റ്? ഗുഡ് ഡേ ബിസ്ക്കറ്റിന്റെ നിലവിലെ മാർക്കറ്റ് പൊസിഷൻ എന്താണ്? ഇത് 20% മാർക്കറ്റ് ഷെയർ നമ്മുടെ കയ്യിലാണെങ്കിൽ അടുത്ത മാർച്ച് ആവുമ്പോഴേക്കും അത് 23%ലേക്ക് ഇൻക്രീസ് ചെയ്യണമെന്ന് നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും. അപ്പം we have to have a clear understanding or clear objective setting in 8 areas which will give us better result. അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥാപനം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത്, കൂടുതൽ എംഫസിസ് അല്ലെങ്കിൽ ഒരു മോർ ഫോക്കസ് കൊടുക്കേണ്ടത് ഏതൊക്കെ ഏരിയയിലാണ് എന്നുള്ളതിന് എപ്പോഴും നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതൊരു 8 എണ്ണം വേണമെന്നാണ്. നിങ്ങൾ നോക്ക്, ഈവൻ ദോ KRAs are most durable, the list of KRAs gets changed over the period in response to new needs and opportunities. നമ്മുടെ ആവശ്യങ്ങൾക്കും അവസരങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മുടെ ഇപ്പൊ കോവിഡ് വന്നു, കോവിഡ് വരുമ്പം പ്രോഫിറ്റബിലിറ്റി ആയിരിക്കില്ല, ചിലപ്പോൾ എന്തായിരിക്കും? പ്രോഫിറ്റബിലിറ്റി ആയിരിക്കണമെന്നില്ല. എന്തായിരിക്കും? സർവൈവൽ ആയിരിക്കും നമ്മുടെ കീ റിസൾട്ട് ഏരിയ. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നാൽ മതി. ഈ കാലഘട്ടം 2020 എന്ന ഈ ഒരു വർഷത്തിൽ എന്ത് ചെയ്താൽ മതി? എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നാൽ മതി. ഇതായിരിക്കും നമ്മുടെ കോവിഡ് കാലത്തെ നമ്മുടെ ഒരു കീ റിസൾട്ട് ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ KRAs എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? Yes, sir. And also നോക്കുക, sometimes the achievement of in particular KRA also provides the impetus for a new KRA in future. ചിലപ്പോൾ ഏതെങ്കിലും ഒരു KRA അച്ചീവ് ചെയ്താൽ, നമ്മൾ മാർക്കറ്റ് സ്റ്റാൻഡിംഗ് നമ്മൾ വിചാരിച്ചതുപോലെ 20 ഉള്ളത് 23% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം മാർക്കറ്റ് സ്റ്റാൻഡിങ്ങിന്റെ മുകളിൽ ഒരു കീ റിസൾട്ട് ഏരിയ ആയിട്ട് വെക്കണമെന്നില്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു KRA നമ്മൾ അച്ചീവ് ചെയ്താൽ പുതിയ ഒരു KRA നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്നും അയാൾ പറയുന്നുണ്ട്, പീറ്റർ ഡ്രക്കർ പറയുന്നുണ്ട്. അപ്പം കീ റിസൾട്ട് ഏരിയാസ് വളരെ പ്രധാനമാണ്. ഈ കീ റിസൾട്ട് ഏരിയാസിൽ ഒബ്ജക്റ്റീവ്സ് വളരെ ക്ലിയർ ആയിട്ട് ആദ്യമേ ഇൻ അഡ്വാൻസ് സെറ്റ് ചെയ്തു വെക്കൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെല്ലാം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുമ്പം നാം ഏതിലാണ് വീക്ക് ആയിട്ടുള്ളത് അതിനെ ഐഡന്റിഫൈ ചെയ്യുക. ഏതിലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറയും, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ പേപ്പറിൽ ഞാൻ കുറച്ച് വീക്കാണ്, ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ കുറച്ച് വീക്കാണ്. അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് ടു ക്ലിയർലി ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ് ഫോർ ദോസ് ഏരിയാസ്. അപ്പൊ അടുത്ത ഒക്ടോബർ 15 ആവുമ്പോഴേക്ക് ഞാൻ പഠിച്ചു തീരേണ്ടത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ ഇന്ന ഭാഗം എങ്ങനെയൊക്കെ പഠിച്ചു തീർക്കണം എന്നുള്ള ഭാഗങ്ങളും ഇത്ര സമയമാകുമ്പോഴേക്ക് ഏതൊക്കെ ഏരിയ ഞാൻ പഠിച്ചു തീർക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം കീ റിസൾട്ട് ഏരിയാസ് വളരെ പ്രധാനമാണ്. കീ റിസൾട്ട് ഏരിയാസിൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യലും വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു KRA നിങ്ങൾ അച്ചീവ് ചെയ്തു, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് നിങ്ങൾ പഠിച്ചു, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നവംബറിലെ KRA പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആയിക്കൊള്ളണമെന്നില്ല. സോ
മൂന്നാമത്തത് സെറ്റിംഗ് സബോർഡിനേറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ആദ്യം ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, then KRAs, then subordinates objectives, then matching resources with objectives. ഒബ്ജക്റ്റീവ്സ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, ആ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ ആവശ്യമായ റിസോഴ്സസ് നമ്മൾ അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. The allocation and movement of resources should be done in consultation with the subordinate manager. Then appraisal നടത്തണം. Tries to measure whether the subordinate is achieving his objectives or not. Recycling. For example, objectives give basis for action planning, which in turn give basis for performance review, and performance review gives basis for objective setting and action planning. This process continues. ഇതൊരു സ്റ്റെപ്പ് അല്ല, ശരിക്കും ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് റീസൈക്ലിംഗ് എന്നുള്ളത്. So these are the steps in MBO. നിങ്ങൾ കുട്ടികളെ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. The final objectives for the subordinate are set by the mutual negotiation between superior and subordinate. എപ്പോഴും സുപ്പീരിയറും സബോർഡിനേറ്റും പരസ്പരം കൺസൾട്ട് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റീവ്സ് ഫൈനലി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. Then organization സ്ട്രക്ചറിനെ കുറിച്ച് ഇയാൾ പറയുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്താണ്? 3 basic characteristics of an effective structure. ഏതൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനും അത് എഫക്റ്റീവ് ആകണമെങ്കിൽ ഈ താഴെ പറയുന്ന 3 basic characteristics വേണം. അതായത് ഓർഗനൈസിംഗ് ദ എന്റർപ്രൈസ് ഫോർ പെർഫോമൻസ്, അതിനു വേണ്ടിയിട്ടായിരിക്കണം. ലീസ്റ്റ് പോസിബിൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, വല്ലാണ്ട് ഒരുപാട് ലെവലുകൾ ഇൻക്രീസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ട്രെയിൻ ആൻഡ് ടെസ്റ്റ് ടുമോറോസ് മാനേജേഴ്സ്, ട്രെയിനിങ് കൊടുക്കണം. ഇത് എഫക്റ്റീവ് സ്ട്രക്ചറിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതേപോലെ 3 ബേസിക് ആസ്പെക്ട്സ് ഇൻ ഓർഗനൈസിംഗ്, അത് ആക്ടിവിറ്റി അനാലിസിസ്, ഡിസിഷൻ അനാലിസിസ്, റിലേഷൻ അനാലിസിസ് ആണ്. ദെൻ ഫെഡറലിസം എന്നൊരു കോൺസെപ്റ്റും ഇയാള് പറയുന്നുണ്ട്. ഫെഡറൽ എന്നുള്ള സിസ്റ്റം നിങ്ങൾക്ക് അറിയാം, നമ്മുടെ രാജ്യം ഫെഡറൽ കൺട്രിയാണ്. അതേപോലെ ഓർഗനൈസേഷണൽ ചേഞ്ചസിലും ഇയാളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഓർഗനൈസേഷണൽ ചേഞ്ച് അത് ആരുടെ മാത്രമല്ല, കർട്ട് ലെവിന്റെ കോൺട്രിബ്യൂഷൻ മാത്രമല്ല ഉള്ളത്. ഒരുപാട് ആളുകൾ ആ ഓർഗനൈസേഷണൽ ചേഞ്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് പീറ്റർ എഫ് ഡ്രക്കറും. ഇയാൾ എന്താ പറയുന്നത്? ഹി ഹാസ് വിഷ്വലൈസ്ഡ് ദ റാപ്പിഡ് ചേഞ്ചസ് ബിക്കോസ് ഓഫ് റാപ്പിഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ്. അതായത് ഓർഗനൈസേഷനിൽ റാപ്പിഡ് ആയിട്ട് ചേഞ്ച് വരാനുള്ള കാരണം ടെക്നോളജിയിലുള്ള ചേഞ്ച് ആണ്. നോർമലി സം ചേഞ്ചസ് ക്യാൻ ബി, അതുകൊണ്ടാണ് ഇയാൾ നമ്മൾ മോഡേൺ മാനേജ്മെന്റിന്റെ ഫാദർ എന്ന് പറയുന്നത്. നോർമലി സം ചേഞ്ചസ് ക്യാൻ ബി അബ്സോർബ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ ബട്ട് നോട്ട് ദ റാപ്പിഡ് ചേഞ്ചസ്. ഏതൊരു ചേഞ്ചും സാധാരണ ഏതൊരു സ്ഥാപനവും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു സ്ഥാപനവും ചേഞ്ചിനെ അബ്സോർബ് ചെയ്യും. പക്ഷെ റാപ്പിഡ് ചേഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്തോളുന്നില്ല, അബ്സോർബ് ചെയ്തോളുന്നില്ല. നമ്മളൊക്കെ പിന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാത്തവരായിരുന്നു, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ അറിയാത്തവരായിരുന്നു. നമ്മളെല്ലാവരും പഠിച്ച കൂട്ടത്തിൽ നമ്മളും എന്ത് ചെയ്തു? ഇപ്പൊ സൂം ഉപയോഗിക്കാൻ പഠിച്ചു, ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാനൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഇതിൽ ഒരുപാട് ടെക്നോളജികളുണ്ട്. ഇതുപോലെ പിന്നെ കഹൂട്ട് എന്ന് പറഞ്ഞ ഗെയിം ഉണ്ട്, അതേപോലെ ഗൂഗിൾ ഡോക്ക് ഉണ്ട്, അതേപോലെ സ്ലൈഡ്സ് ഉണ്ട്, പിന്നെ ഗൂഗിൾ സ്ലൈഡ്സ് ഉണ്ട്. ഇതിൽ ഒരുപാട് നമുക്ക് പിന്നെ എന്ത് കൊണ്ടുവരാൻ പറ്റും? മാറ്റങ്ങൾ കൊണ്ടുവരാം. ഞാൻ ഈ പ്രസന്റ് ചെയ്യുന്നതൊക്കെ ഇതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ റാപ്പിഡ് ചേഞ്ചസിനെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തോളുന്നില്ല. സൂമിലെ എല്ലാ ടെക്നിക്കുകളെ കുറിച്ചും നിങ്ങൾക്കറിയോ? ഇല്ല, അറിയില്ല. അതേപോലെ ഗൂഗിൾ മീറ്റിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഗൂഗിളിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ ക്ലാസ് റൂം ഉണ്ട്. ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം. പക്ഷെ ഇതല്ലാതെ ഒരുപാട് നിങ്ങൾ അവിടെ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം ഏതൊരു ഓർഗനൈസേഷനും ചേഞ്ചസിനെ അബ്സോർബ് ചെയ്യുമെന്നുള്ളത് സത്യമാണ്. നമുക്കൊന്നും അറിയാത്തൊരു സംഭവമായിരുന്നു ഈ ഗൂഗിൾ മീറ്റും സൂം ഒക്കെ. പക്ഷെ കോവിഡ് കാലം വന്നു, നമ്മളൊക്കെ അബ്സോർബ് ചെയ്തു, നമ്മളൊക്കെ ആ ചേഞ്ചിനെ നമ്മൾ അംഗീകരിച്ചു. പക്ഷെ എന്ത് ചെയ്യാം? റാപ്പിഡ് ചേഞ്ചസിനെ ഏതൊരു ഓർഗനൈസേഷനും, എല്ലാ ഓർഗനൈസേഷനും റാപ്പിഡ് ചേഞ്ചസിനെ എന്ത് ചെയ്തോളുന്നില്ല, ആക്സെപ്റ്റ് ചെയ്തോളുന്നില്ല, അബ്സോർബ് ചെയ്തോളുന്നില്ല. അപ്പം നോർമലി സം ചേഞ്ചസ് can be absorbed by any organization but not the rapid changes. ഇവിടെ റാപ്പിഡ് ചേഞ്ച് അബ്സോർബ് ചെയ്യുന്നവനാണ് സക്സസ്ഫുൾ മാനേജർ എന്നാണ്. അതുകൊണ്ട് hence dynamic structures are essential than static and bureaucratic structures. അതുകൊണ്ട് ഓർഗനൈസേഷണൽ ചേഞ്ചസ് എന്നുള്ളതിലും ഇയാളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോ ദ മോർ ഇമ്പോർട്ടന്റ് ബുക്സ് ആർ, ഇതൊക്കെയാണ് ഇയാളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയ ബുക്സ്.
So these are about the contributions of Peter F. Drucker in the field of management. എന്തൊക്കെയാണ് പീറ്റർ എഫ് ഡ്രക്കറുടെ കോൺട്രിബ്യൂഷൻ? പീറ്റർ എഫ് ഡ്രക്കർ ആദ്യം പറഞ്ഞത് നേച്ചർ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ഇന്നോവേഷൻ ആവശ്യമായ പിന്നെ കാര്യമാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. പിന്നെ മാനേജ്മെന്റ് ഫങ്ഷൻസ് അയാൾ പരിചയപ്പെടുത്തുന്നു. പിന്നെ MBO എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പരിചയപ്പെടുത്തുന്നു. ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് വേണ്ട 3 ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്, എഫക്റ്റീവ് സ്ട്രക്ചർ ആവാൻ വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഓർഗനൈസിംഗിൽ ആവശ്യമായ ഓർഗനൈസിംഗ് എന്ന ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് നടത്തേണ്ട 3 അനാലിസിസുകൾ പറഞ്ഞു. ഫെഡറലിസം എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞു. എപ്പോഴും സെൻട്രലൈസ്ഡ് കൺട്രോളോ അതല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമോ ആവരുത്, സെൻട്രലൈസ്ഡ് കൺട്രോൾ ഇൻ ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ ആയിരിക്കണമെന്ന് ഇയാൾ പറയുന്നു. അതേപോലെ ഓർഗനൈസേഷണൽ ചേഞ്ചസിലും ഇയാളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അയാളുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ റാപ്പിഡ് ചേഞ്ചസ് എല്ലാ ഓർഗനൈസേഷനും പിന്നെ അബ്സോർബ് ചെയ്തോളണമെന്നില്ല. നോർമലി സം ചേഞ്ചസ് മേ ബി അബ്സോർബ്ഡ് ബൈ എവറി ഓർഗനൈസേഷൻ, but there should be a dynamic structure which is able to absorb rapid changes because of the changes in technology. Changes in technology കാരണം റാപ്പിഡ് ആയിട്ട് ഉണ്ടാവുന്ന ചേഞ്ചസിനെ അബ്സോർബ് ചെയ്യാൻ ഏതൊരു സ്ഥാപനവും ഫ്ലെക്സിബിൾ ആയിട്ട് ഡൈനമിക് ആയിട്ട് നിലനിൽക്കണം എന്ന് പിന്നെ ഇയാളുടെ അടുത്തൊരു കോൺട്രിബ്യൂഷൻ. ആൻഡ് ഓൾസോ the books are പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ്. എനിക്ക് ചോദ്യം ഇപ്പൊ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റും. പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ് വാസ് റിട്ടൺ ബൈ എന്നും പറഞ്ഞുകൊണ്ട് അവിടെയും ചിലപ്പോ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചിലപ്പോ ഉണ്ടായേക്കാം. ABCD എന്നും പറഞ്ഞുകൊണ്ടൊക്കെ പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ്, മാനേജിംഗ് ബൈ റിസൾട്ട്സ്, എഫക്റ്റീവ് മാനേജിംഗ് ബൈ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, കാരണം MBOയുടെ മറ്റൊരു പേരാണ് മാനേജിംഗ് ബൈ റിസൾട്ട്സ്. ദ എഫക്റ്റീവ് എക്സിക്യൂട്ടീവ്, ദ ഏജ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, മാനേജ്മെന്റ് ടാസ്ക്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പ്രാക്ടീസസ്, അതേപോലെ മാനേജ്മെന്റ് ചലഞ്ചസ് ഫോർ 21st century എന്നുള്ള പുസ്തകങ്ങളൊക്കെ പീറ്റർ എഫ് ഡ്രക്കറുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. സോ നമ്മൾ ഒരുപാട് കോൺട്രിബ്യൂട്ടേഴ്സിനെ ഇവിടെ പറഞ്ഞു. നിങ്ങൾ ആ വാട്സപ്പിലെ ആ ഒരു നോട്ട്സ് നോക്കിയിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരിക, ബിഹേവിയറൽ മൂവ്മെന്റ് എടുക്കണം. ഇനി ഒരു 15 മിനിറ്റ് കൂടി ഉള്ളൂ. ഓക്കെ, റിഫ്രഷ്മെന്റ് വേണ്ട? എനിക്ക് എന്തായാലും വേണം റിഫ്രഷ്മെന്റ്. ഞാൻ ഒറ്റ സൗണ്ടിൽ ഇങ്ങനെ കുറെ നേരമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, വേണ്ടേ? ബ്രേക്ക് എടുക്കാം. ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഇട്ടോ, ഒരു 5 മിനിറ്റ്. ഒരു 8:27 ഒക്കെ ആവുമ്പോൾ വരാം. നമുക്കൊരു 8:45 വരെ എടുക്കാം. 7:10 തുടങ്ങിയത്. ഓക്കെ.
ഓക്കെ, കഴിഞ്ഞോ? ഹലോ, ഹായ് സർ. എങ്ങനെയുണ്ട്? ഓവർ ബേർഡൻ ആണോ? അല്ല. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യും. അത് വന്നില്ല. പ്രീതിയും മിന്നിയും മാത്രമേ വന്നിട്ടുള്ളൂ. നൗറീൻ, ജസ്ന, നീതു, ഷൈമ, അനുഷ, അനഘ, ആരും എത്തിയില്ല? പോയോ? കിച്ചണിൽ പോയോ? ഹലോ, എവിടെയുണ്ട് സർ? പ്രീതി മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ട് സർ. അല്ല സർ, ഞാനുണ്ട്. അനഘ. ഓക്കെ, ഷൈമ ഉണ്ടോ? അനഘ ഉണ്ട്. ഷൈമ ഉണ്ടോ? ജസ്ന ഉണ്ടോ? നൗറീൻ ഉണ്ടോ? ഉണ്ട് സർ. മാനേജ്മെന്റ് എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ല സർ. ഇല്ല സർ, കുറെ പഠിച്ച പോർഷൻസ് കേട്ട് പരിചയമുള്ള ടോപ്പിക് ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. കേട്ട് പരിചയമുള്ള തന്നെയല്ലേ എല്ലാം? അതെ സർ. ആണ്. എല്ലാമല്ല, കുറച്ച് പുതിയ ടേംസ് എല്ലാം ഇല്ലേ? ആ, അല്ല, MBA ഒക്കെ പഠിച്ചതുപോലെ തന്നെ അല്ലേ? ആ, അതെ അതെ. അതെ. ഈ റിസൾട്ട് ഏരിയൊക്കെ അല്ലേ? ഓക്കെ, നീതു വന്നിട്ടുണ്ടോ? നീതു, ഷിജിൽ? ഉണ്ട് സർ. ജസ്ന ഉണ്ടോ? ഉണ്ട് സർ. നൗറീൻ? യെസ്. അർഹ, പ്രേമൻ? ഓക്കെ, ഷൈമ? ഷൈമ ഉണ്ടോ? ആശ രാജപ്പൻ? ഉണ്ട് സർ. വീണ? വീണ നവീൻ? ഉണ്ട് സർ. ഇനി ബിഹേവിയറൽ മൂവ്മെന്റിലേക്ക് പോവാം അല്ലേ? ബിഹേവിയറൽ മൂവ്മെന്റിനെ ഹ്യൂമൻ റിസോഴ്സ് ഓർ ലീഡർഷിപ്പ് അപ്രോച്ച് എന്ന് പറയാം. ഹ്യൂമൻ റിലേഷൻ അല്ല, ഹ്യൂമൻ റിസോഴ്സ്. ഇവിടെ ഹ്യൂമൻ ബീയിങ്സിനെ, എംപ്ലോയീസിനെ ഒരു അസറ്റ് ആയിട്ടാണ് കാണുന്നത്. നേരത്തെ ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഹ്യൂമൻ ബീയിങ്ങും ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ്, ഒരു അനദർ റിസോഴ്സ് ഫോർ ദ ഓർഗനൈസേഷൻ ആണ്. ഹ്യൂമൻ ബീയിങ്സ് ആർ കൺസിഡേർഡ് ആസ് അസറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അസറ്റ്സ് ആവുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്ഥാപനം എന്നുള്ള, നമ്മുടെ വണ്ടി, നമ്മുടെ ബിൽഡിംഗ്, നമ്മുടെ വീട് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പരിഗണന കൊടുക്കും. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ ഒരു അസറ്റ് ആയിട്ട് പരിഗണിക്കുന്ന ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിനേക്കാൾ ഒരു ഫർദർ അഡ്വാൻസ്മെന്റ് ഉള്ള അപ്രോച്ചാണ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ലീഡർഷിപ്പ് അപ്രോച്ച് എന്നും പറയാം. ബിഹേവിയറൽ സയൻസ് ഇൻ മാനേജ്മെന്റിന്റെ ആപ്ലിക്കേഷൻ ആണ്. സ്റ്റഡി ഓഫ് ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, പെർഫോമൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പിംഗ്, ഓർഗനൈസേഷണൽ സെറ്റിംഗ്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർ ഏരിയ എന്ന് പറയുന്നത്. ജോബ് ഇറ്റ് സെൽഫ് ഈസ് എ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ. ജോബ് ഇറ്റ് സെൽഫ് ഈസ് എ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ. അതുകൊണ്ട് there is no need of motivating employees from outside. വേറൊരു സുപ്പീരിയർ വന്നിട്ട് അയാളെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്തു നിന്ന് മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എംപ്ലോയീസ് ആർ സെൽഫ് ഡയറക്റ്റഡ്, they are creative, they have untapped potential in them. We have to only tap this potential. അത്രയേ ഉള്ളൂ. Employees having untapped potential in them, they will have creative ability. So
there is no supervision is needed. Individual psychology and social psychology is applied in this area. There are different contributors in the field of behavioral movement. Everything ഇതൊക്കെ നമുക്ക് ലീഡർഷിപ്പ് തിയറീസിൽ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് മാസ്ലോയെ നമുക്കറിയാം, നീഡ് ഹൈറാർക്കി ഇത് നമുക്കറിയാം. ഇതിലുള്ള നീഡ്സ് ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഹെർസ്ബർഗിന്റെ 2-factor തിയറി അറിയാം. ജോബ് എൻറിച്ച്മെന്റ് എന്ന കോൺസെപ്റ്റ് ഇയാളാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് എൻറിച്ച്മെന്റ് ആൻഡ് ജോബ് എൻലാർജ്മെന്റ്? ഹലോ സാർ കേട്ടില്ല, സാറ് പറഞ്ഞത് കേട്ടില്ല. ഇല്ല, എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് അറിയില്ല, കേട്ടില്ലായിരുന്നു. മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി അറിയില്ലേ? അറിയാം. അതിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. എസ്റ്റീം നീഡ്സ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഇന്റേണൽ എസ്റ്റീമോ എക്സ്റ്റേണൽ എസ്റ്റീം. ഓക്കെ, അതിന് മറ്റൊരു പേര് പറയാം, സെൽഫ് എസ്റ്റീം ആൻഡ് പബ്ലിക് എസ്റ്റീം. ഞാൻ ചോദ്യം, റെക്കഗ്നീഷൻ ഏത് എസ്റ്റീമാണ്? റെക്കഗ്നീഷൻ ഏത് എസ്റ്റീമാണ്? പബ്ലിക് എസ്റ്റീമാ? പബ്ലിക് എസ്റ്റീം, വെരി ഗുഡ്, പബ്ലിക് എസ്റ്റീം. അല്ലേ, സെൽഫ് ആക്ച്വലൈസേഷൻ, പബ്ലിക് എസ്റ്റീം ആണ് റെക്കഗ്നീഷൻ. ഓക്കെ, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഒക്കെ നമുക്കറിയാം. അപ്പോ ഒരു an employee is joining a Facebook group, ഏത് നീഡാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? സോഷ്യൽ നീഡ്സ്. ഏതാ? സോഷ്യൽ നീഡ്സ്. നിങ്ങൾക്ക് എന്താ ധൈര്യക്കുറവുണ്ടോ? സോഷ്യൽ നീഡ്സ് അല്ലേ? സോഷ്യൽ നീഡ്സ് ആണ്. ഓക്കെ, ദെൻ ഹെർസ്ബർഗിന്റെ 2-factor തിയറിയിലുള്ള 2 തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹൈജീൻ ഫാക്ടേഴ്സും റെസ്പോൺസിബിലിറ്റി ഏത് ഫാക്ടറാണ്? മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ല. അതേപോലെ മക്ഗ്രെഗറിന്റെ എക്സ് ആൻഡ് വൈ തിയറി ഉണ്ട്. ഇതിൽ ഏതാണ് സെൽഫ് ഡയറക്റ്റഡ് ആയ ആളുകൾ? എക്സ് പീപ്പിൾ ആണോ വൈ പീപ്പിൾ ആണോ? വൈ പീപ്പിൾ. ഇതൊക്കെ അറിയാം, നിങ്ങളൊക്കെ അധ്യാപകരാണ്, ഒരു കുഴപ്പമില്ല. റെൻസിസ് ലിക്കേർട്ടിന്റെ മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് ലിങ്കിങ് പിൻ മോഡൽ. ഇത് നമ്മൾ ഹ്യൂമൻ റിലേഷനിലും പറഞ്ഞിട്ടുണ്ട്, ബിഹേവിയറൽ മൂവ്മെന്റിലും ഉണ്ട് ലിങ്കിങ് പിൻ മോഡൽ. അതേപോലെ ക്രിസ് അർഗിരിസ് മെച്യൂരിറ്റി തിയറി, ഇതൊന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇന്റഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾസ്, അതേപോലെ പാറ്റേൺ ഓഫ് AB അനാലിസിസ്, ഇതൊക്കെ ഇയാളുടേതാണ്. അർഗിരിസ് ബിലീവ്ഡ് ദാറ്റ് മാനേജേഴ്സ് ഹു ട്രീറ്റ് പീപ്പിൾ പോസിറ്റീവ്ലി ആൻഡ് ആർ റെസ്പോൺസിബിൾ അഡൽട്സ് വിൽ അച്ചീവ് ദ ഹയസ്റ്റ് പ്രൊഡക്ടിവിറ്റി എന്നാണ്. അതായത് പീപ്പിളിനോട് പോസിറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യുന്ന മാനേജേഴ്സ് will achieve highest productivity എന്നാണ് ക്രിസ് അർഗിരിസ്. ഇയാൾ പറയുന്നത് there are certain immaturity characteristics. The role of manager here is to make mature. അതായത് എംപ്ലോയീസിന് ചില ആൾക്കാർ ഡിപ്പെൻഡൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ, നിങ്ങൾ എക്സ് എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങളൊരു ഡിപ്പെൻഡിങ് ആണ് എപ്പോഴും. നിങ്ങൾ ഒരു അസൈൻമെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അനുഷനോട് ചോദിച്ചാൽ അനുഷ പ്രീതിന്റെ നോക്കും, പ്രീതി നീ ചെയ്തോ എന്നൊന്ന് അയച്ചോണ്ടാ എന്ന് പറയും. നമ്മളൊരു ഫോം ഒരു സർക്കാർ ഓഫീസിലേക്ക് ഒരു അപേക്ഷ അയക്കുകയാണെങ്കിൽ ആ അപേക്ഷ നീ എങ്ങനെ എഴുതിയടാ, ഒന്ന് ഫോട്ടോ അയച്ചോണ്ടാ, ഞാനൊന്ന് നോക്കി എഴുതട്ടെ എന്ന് പറയുന്ന ഡിപ്പെൻഡന്റ് ആയ ആളുകൾ. ഈ ഡിപ്പെൻഡന്റ് ആയ ആളുകൾക്ക് ഇമ്മച്യൂരിറ്റി ഉണ്ട് എന്ന് പറയാം. അപ്പൊ ഒരു ഇമ്മച്യൂരിറ്റി ക്യാരക്ടറിസ്റ്റിക് ആണ് ഡിപ്പെൻഡൻസ്. ദ റോൾ ഓഫ് മാനേജർ ഹിയർ ഈസ് ടു മേക്ക് ദാറ്റ് സബോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ്. ദ റോൾ ഓഫ് മാനേജർ ഹിയർ ഈസ് ടു മേക്ക് ദാറ്റ് ഡിപ്പെൻഡന്റ് ബിഹേവിയർ ഇൻഡിപെൻഡന്റ്. അങ്ങനത്തെ ഡിപ്പെൻഡന്റ് ആയ സ്റ്റുഡൻസിനെ ഇൻഡിപെൻഡന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതോടുകൂടി ആ മാനേജർ, ആ സബോർഡിനേറ്റ് എന്തായി?
മെച്ചുവേർഡ് ആയി. അതേപോലെ capable of behaving in a few ways, ചില ഫ്യൂ വേസിൽ മാത്രം ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പ്രാപ്തരാക്കുക? capable of behaving in many ways, അങ്ങനത്തെ ആളുകളാക്കി മാറ്റുക. അതുകൊണ്ട് there are certain immaturity characteristics in individuals in the organization. The role of manager here is to make them matured. അപ്പം shallow interest ഉള്ള ആളുകളെ നമ്മൾ ഡീപ്പ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാക്കി മാറ്റുക. ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് ആയ ആളുകളെ ലോങ് ടേം പെർസ്പെക്റ്റീവ് ആക്കി മാറ്റുക. ലാക്ക് ഓഫ് സെൽഫ് അവയർനെസ് ഉള്ള ആളുകളെ സെൽഫ് അവയർഡ് ആയ ആളുകളെ, പാസീവ് ആയ ആളുകളെ ആക്റ്റീവ് ആക്കുക. ഇത്തരത്തിലുള്ള സെർട്ടൈൻ ഇമ്മെച്യൂരിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അവരെ മുഴുവൻ മെച്യൂരിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആക്കി തീർക്കുക എന്നുള്ളതാണ് ക്രിസ് എർഗിരിസിന്റെ മെച്യൂരിറ്റി തിയറി. ബ്ലേക്ക് ആൻഡ് നോട്ടന്റെ മാനേജറിൽ കിട്ട് നമ്മൾ പഠിക്കും. സെയിൽസിന്റെ ഇന്റർപേഴ്സണൽ ബിഹേവിയർ പഠിക്കാനുണ്ട്. മെക്ലാനിന്റെ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ നമ്മൾ പഠിക്കാനുണ്ട്. ജോർജ് കാസ്പർ ഹോമാനെ പഠിക്കാനുണ്ട്. വാരൻ ബെന്നീസ് ഫീൽഡർ കണ്ടിജൻസി മോഡൽ പഠിക്കാനുണ്ട്. ടെന്നൻബാമിന്റെ കണ്ടിന്യൂം അപ്രോച്ച് ഓഫ് ലീഡർഷിപ്പ് പഠിക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് ബിഹേവിയറൽ മൂവ്മെന്റുകൾ പഠിക്കാനുണ്ട്. ഞാൻ ഇവിടെ ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാതിരിക്കാനുള്ള കാരണം ലീഡർഷിപ്പ് തിയറീസ് എന്നും പറഞ്ഞുകൊണ്ടൊരു പാർട്ടും കൂടി നമുക്ക് വരാനുണ്ട്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവരെ ഓരോരുത്തരെയും പഠിക്കും. അതുകൊണ്ട് ഇതിനെ ലീഡർഷിപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത് കൊണ്ട് ലീഡർഷിപ്പ് തിയറിയിൽ ഇവർ ഓരോരുത്തരെയും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഓക്കെ ആണോ? അപ്പൊ പറഞ്ഞാ പോരെ, ഇപ്പൊ പറയണ്ടല്ലോ. വേണ്ട സാർ, അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പറയണ്ട. ഓ, അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പറയണ്ട ആവശ്യമില്ല. ദെൻ മോഡേൺ മാനേജ്മെന്റ് തിയറിയാണ്. 3 അപ്രോച്ചസ് ഉണ്ട്. മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച്, അതിൽ ആദ്യത്തത് മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് ആണ്. ഇതിനെ മാത്തമാറ്റിക്കൽ, ക്വാണ്ടിറ്റേറ്റീവ്, OR എന്നൊക്കെ നമ്മൾ പറയുന്നു. വിഷ്വലൈസസ് മാനേജ്മെന്റ് ആസ് എ ലോജിക്കൽ എൻറ്റിറ്റി. റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ടു സോൾവ് മാനേജ്മെന്റ് പ്രോബ്ലംസ്, അതായത് എവറി മാനേജറൽ ആക്ടിവിറ്റി ക്യാൻ ബി ക്വാണ്ടിഫൈഡ്. ഓപ്പറേഷണൽ റിസർച്ച്, മാത്തമാറ്റിക്കൽ ടൂൾസ്, സിമുലേഷൻ, മോഡൽസ് എക്സെട്ര, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് വർക്ക് ചെയ്യുന്നത്. മെനി മാനേജറൽ പ്രോബ്ലംസ് ആർ നോട്ട് കേപ്പബിൾ ഓഫ് ക്വാണ്ടിഫൈങ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒരു സെപ്പറേറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആയിട്ട് പരിഗണിക്കുന്നില്ല എന്നാണ്. അതായത് ദർ ആർ ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ്. സ്കൂൾസ് ഓഫ് മാനേജ്മെന്റിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഫയോളിന്റെ മാനേജ്മെന്റ് പ്രോസസ് സ്കൂൾ ഉണ്ട്, എംപിരിക്കൽ സ്കൂൾ ഉണ്ട്, ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്. അതുപോലെ സോഷ്യൽ സിസ്റ്റം സ്കൂൾ ഉണ്ട്, സിസ്റ്റം സ്കൂൾ ഉണ്ട്. നമ്മൾ താഴെ വരുന്നതാണ്, മോഡേൺ അപ്രോച്ച് ആണ്. അതേപോലെ നമ്മൾ നേരത്തെ പഠിച്ച ഹ്യൂമൻ റിലേഷൻ സ്കൂൾ ഉണ്ട്, ഹ്യൂമൻ റിലേഷൻ സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ച സംഭവങ്ങളാണ്. അതിനെ നമ്മൾ സ്കൂളായിട്ട് ചോദിച്ചാലും നമ്മൾ എഴുതേണ്ടത് നമ്മൾ ഈ പഠിച്ച സംഭവങ്ങൾ തന്നെയാണ്. ഇതിലെ കോൺട്രിബ്യൂട്ടേഴ്സ്, അതായത് മാനേജ്മെന്റ് സയൻസിലെ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. പിന്നെ രണ്ടാമത്തെ അപ്രോച്ചാണ് മോഡേൺ മാനേജ്മെന്റിലെ രണ്ടാമത്തെ അപ്രോച്ചാണ് സിസ്റ്റംസ് അപ്രോച്ച്. ഇത് വളരെ പോപ്പുലർ ആയ കോമൺലി ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്രോച്ചാണ് സിസ്റ്റം അപ്രോച്ച്. എ കോമൺ പിറ്റ്ഫാൾ ഓഫ് classical, behavioral and quantitative approaches is that they stress on aspect of the organization, they stress on one aspect of the organization at the expense of others. അതായത് ക്ലാസിക്കൽ മാനേജ്മെന്റിലും ബിഹേവിയറിലും എല്ലാം നമ്മൾ ഒരു പെർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് ഓർഗനൈസേഷൻ മാത്രമാണ് പരിശോധിക്കുന്നത്. എന്നാൽ സിസ്റ്റം അപ്രോച്ചിൽ അങ്ങനെയല്ല. നോക്കുക, whereas the classical organization emphasize the task and structure. ക്ലാസിക്കൽ ഓർഗനൈസേഷൻ ടാസ്കും സ്ട്രക്ചറിനുമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, പ്യൂപ്പിളിനെ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. എന്നാൽ ബിഹേവിയറൽ അപ്രോച്ചിലോ പ്യൂപ്പിൾ കോൺസെൻട്രേഷൻ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിലോ മാത്തമാറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. എന്നാൽ സിസ്റ്റം അപ്രോച്ച് പ്രൊവൈഡ്സ് an integrated approach by looking at the organization as a whole. System is the collection of parts brought together to a complete set. Organization is viewed as a system which is comprising of different subsystems. For example, technical subsystem, social subsystem, power subsystem, managerial subsystem. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ പഠിച്ചവര് പലരും ഒരു ഗവൺമെന്റ് കോളേജ് പഠിച്ചിട്ടുണ്ടാവും. അവിടെയുള്ള ടെക്നിക്കൽ സബ്സിസ്റ്റത്തിന് ഉദാഹരണമാണ് അവിടുത്തെ കമ്പ്യൂട്ടർ, അവിടുത്തെ ഇലക്ട്രിസിറ്റി, അവിടുത്തെ വാട്ടർ സപ്ലൈ. ഇതൊക്കെ അവിടുത്തെ ടെക്നിക്കൽ സബ്സിസ്റ്റം ആയിട്ട് നമുക്ക് പറയാം. അവിടുത്തെ സോഷ്യൽ സബ്സിസ്റ്റം ആണ് അവിടുത്തെ ഫാക്കൽറ്റീസ്, അവിടുത്തെ സ്റ്റുഡൻസ്, അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, അങ്ങനത്തെ ആളുകളൊക്കെ അവിടുത്തെ സോഷ്യൽ സബ്സിസ്റ്റം ആണ്. അവിടുത്തെ പവർ സബ്സിസ്റ്റം ആണ്
പവർ സബ്സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, HOD, ആ ലെവലിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളൊക്കെ ഒരു പവർ സബ്സിസ്റ്റമാണ്. പ്രിൻസിപ്പൽ എന്നുള്ള ആൾ അവിടെ ഇല്ലെങ്കിൽ സബ്സിസ്റ്റം, പവർ സബ്സിസ്റ്റം ഫെയിലർ ആവും. അതല്ലെങ്കിൽ പ്രിൻസിപ്പൽ പറയുന്നത് കേൾക്കുന്ന കുട്ടികൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽക്ക് ഒരു പവർ ഇല്ലെങ്കിൽ പിന്നെ പവർ എന്നുള്ള സബ്സിസ്റ്റം ഫെയിലർ ആവും. പവർ എന്നുള്ള സബ്സിസ്റ്റം ഫെയിലർ ആയാൽ system will fail. അതേപോലെ managerial subsystem, there are managerial subsystem. For example, there are different levels in the organization of authority, not the power. അതോറിറ്റിയും പവറും വ്യത്യാസമുണ്ട്, നമ്മൾ OB-യിൽ പഠിക്കും. അപ്പോൾ മാനേജറിയൽ സബ്സിസ്റ്റത്തിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ്, ജനറൽ മാനേജേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ്, ഇങ്ങനത്തെ ആ സിസ്റ്റത്തിനെയാണ് മാനേജറിയൽ സബ്സിസ്റ്റം എന്ന് പറയാം. Then all these subsystem will work together, then the system will work. For example, if the student subsystem in an organization, in a college, in a government college, if a failure, നമ്മൾ പറയുന്നിടത്തൊന്നും obedient അല്ലാത്ത, പറയുന്നതൊന്നും അനുസരിക്കാത്ത ഒരു സ്റ്റുഡന്റ് സബ്സിസ്റ്റമാണ്, which having much political pressure and background, അത്തരത്തിലുള്ള ഒരു സ്റ്റുഡന്റ് സബ്സിസ്റ്റമാണ് നമ്മുടെ സോഷ്യൽ സബ്സിസ്റ്റം എങ്കിൽ then our system will fail. അതുകൊണ്ട് system is the collection of different subsystems. The failure of one will result in the failure of system. Clear? അതുകൊണ്ട് system approach provides an integrated approach by looking at the organization as a whole. പിന്നെ open and closed system ഉണ്ട്. Open system എന്ന് പറഞ്ഞാൽ one that continuously interact with an environment. അത്തരത്തിലുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം. അതിന് ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടേഷൻ ഓഫ് എനർജി ഫ്രം ദ എൻവയോൺമെന്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്സ് മുഴുവൻ പിന്നെ സൊസൈറ്റിയിൽ നിന്നുള്ള ആളുകളാണ്. അതുകൊണ്ട് സ്ഥാപനത്തിന്റെ എനർജി നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൊസൈറ്റിയിൽ നിന്നാണ്. അതുകൊണ്ട് ഓപ്പൺ ഒരു സ്ഥാപനം ഓപ്പൺ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ they are importing energy from the environment. For example, ഒരു ബിസ്ലേരി എന്ന കമ്പനിയുടെ ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ അവര് എന്താ പറയാ വാട്ടർ ബോട്ടിൽ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. they are importing energy from the environment. For example, water from the environment. അവരെടുക്കുന്നത് സൊസൈറ്റി ഉപയോഗിക്കുന്ന, സൊസൈറ്റിക്ക് അടുത്ത തലമുറകൾക്കൊക്കെ ഉപയോഗിക്കേണ്ട വെള്ളം, നാച്ചുറൽ റിസോഴ്സ് ഈസ് they are importing energy from the nature or society. അപ്പോൾ അതേപോലെ പീപ്പിൾ, ഫണ്ട്, സ്ഥാപനമാകുമ്പോൾ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുള്ള സ്ഥാപനമാകുമ്പോൾ society is investing, or potential investors or investors are investing their huge fund in the organization. So the organization is using the fund, that is energy, from the outside. So system ആവുമ്പം, ഒരു ഓപ്പൺ സിസ്റ്റം ആവുമ്പം that continuously interact with the environment. അപ്പം പിന്നെ എന്താണ്, സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റിലുള്ള ചേഞ്ചസിനോട് എപ്പോഴും ആര് പ്രതികരിക്കേണ്ടി വരും? പിന്നെ സിസ്റ്റം പ്രതികരിക്കേണ്ടി വരും, അതായത് ഓർഗനൈസേഷൻ പ്രതികരിക്കേണ്ടി വരും. അത്തരത്തിൽ എൻവയോൺമെന്റിലുള്ള ചേഞ്ചസിനോട് പ്രതികരിക്കുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം. എന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില റിലീജിയസ് സ്ഥാപനങ്ങൾ ഇപ്പോ പിന്നെ KSUക്കാര് സമരം ചെയ്തു. ഇപ്പൊ LDF ഭരണം നടത്തുന്നു. അപ്പൊ KSUക്കാര് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നു. പോലീസ് അവരെ തല്ലി ചതിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പിറ്റേന്നൊരു വിദ്യാഭ്യാസ ബന്ദ് നടക്കുന്നു. വിദ്യാഭ്യാസ ബന്ദ് നടക്കുമ്പോ ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ലോങ് ബെല്ലടിച്ച് കുട്ടികളെ പറഞ്ഞേക്കേണ്ടി വരും. നേരെ മറിച്ച് ഒരു റിലീജിയസ് സ്ഥാപനം നടത്തുന്നു, ഒരു എന്താ പറയാ, ഒരു പള്ളിയുടെ അണ്ടറില്, ഒരു മഠത്തിന്റെ അണ്ടറില് ഒരു കോളേജ് വർക്ക് ചെയ്യുന്നു. അവിടെ പൊളിറ്റിക്കൽ പ്രഷർ ഒന്നും ഇല്ലാത്തതാണ്. അതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. There is no political pressure, there is no outside pressure, there is no importation of energy from the outside. All are working under that institution, and people are interested in that institution. അത്തരത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള എൻവയോൺമെന്റിനോട് കൂടുതൽ പ്രതികരിക്കാത്ത
പിന്നെ സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ ക്ലോസ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഓപ്പൺ സിസ്റ്റത്തിന്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ദെൻ ക്ലോസ്ഡ് സിസ്റ്റം ഡസ് നോട്ട് ഇന്ററാക്ട് വിത്ത് എൻവയോൺമെന്റ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സെൽഫ് കണ്ടെയ്ൻഡ്, സെൽഫ് മെയിൻറ്റെയിനിങ്, മെക്കാനിക്കൽ ഇൻ നേച്ചർ, മാനേജിങ് സച്ച് സിസ്റ്റം ഈസ് ലെസ് കോംപ്ലക്സ്. അത്തരത്തിലുള്ള സിസ്റ്റത്തെ മാനേജ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. നേരെ മറിച്ച് ഒരു ഗവൺമെന്റ് കോളേജിന്റെ വിത്ത് മച്ച് പൊളിറ്റിക്കൽ പ്രഷർ ഉള്ള, ഒരുപാട് സംഘടനയിലുള്ള, ഒരുപാട് മതത്തിൽ നിന്നുള്ള, ഒരുപാട് ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പൺ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ കോംപ്ലക്സിറ്റി കൂടുതലാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ വിൽ വർക്ക് അണ്ടർ ഹൈ പ്രഷർ. ആൻഡ് ഇൻ ക്ലോസ്ഡ് സിസ്റ്റം മാനേജിങ് സച്ച് സിസ്റ്റം ഈസ് ലെസ് കോംപ്ലക്സ് ആൻഡ് ഓൾസോ സസെപ്റ്റിബിൾ ടു എൻട്രോപ്പിക് പ്രോസസ്. ആ എൻട്രോപ്പിക് പ്രോസസ് എന്നുള്ളത് മുകളിലൊരു ഓപ്പൺ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് നിങ്ങൾ അത് നോക്കണം. നെഗറ്റീവ് എൻട്രോപ്പിയാണ്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഡിസോർഡർ ആണ്. അതൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ മാനേജ്മെന്റ്, ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് ആസ് എ സിസ്റ്റം. ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മാനേജ്മെന്റ് ഈസ് എ സോഷ്യൽ സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, അഡാപ്റ്റീവ് ആണ്, അതായത് എൻവയോൺമെന്റിലെ ഏതൊരു വിഷയത്തിനോട് പ്രതികരിക്കേണ്ടി വരുന്നതാണ്, ഡൈനമിക് ആണ്, പ്രൊബബിലിസ്റ്റിക് ആണ്. എന്താണ് പ്രൊബബിലിസ്റ്റിക്? ഡിറ്റർമിനിസ്റ്റിക് അല്ല. 2+2 = 4 എപ്പോഴും ആ കാൽക്കുലേറ്ററിൽ അത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. 2 × 2 = 4 ആണ്. ഡിറ്റർമിനിസ്റ്റിക് ആണ്. അത് അങ്ങനെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഓപ്പൺ സിസ്റ്റം പ്രൊബബിലിസ്റ്റിക് ആണ്. അത് നമ്മൾ വിചാരിച്ചെടുത്തേക്ക്, നമ്മൾ തുഴയുന്നിടത്തേക്ക് തോണി സഞ്ചരിച്ചോളണം എന്നില്ല. അതുകൊണ്ട് അത് പ്രൊബബിലിസ്റ്റിക് ആണ്. മൾട്ടി ലെവൽ ആണ്, മൾട്ടി ലെവൽ ആൻഡ് മൾട്ടി ഡയമെൻഷണൽ ആണ്, മൾട്ടി വേരിയബിൾ ആണ്. ഒരുപാട് വേരിയബിൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് ഓപ്പൺ സിസ്റ്റം എന്നുള്ള രീതിയിൽ ഒരു മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയും. ക്ലിയർ? എന്നാൽ ലിമിറ്റേഷൻസ്, അബ്സ്ട്രാക്ട് അപ്രോച്ച് ആണ്, ലാക്ക് ഓഫ് യൂണിവേഴ്സാലിറ്റി. ഈ സിസ്റ്റം അപ്രോച്ച് പോപ്പുലർ ആണെങ്കിലും ഒരു യൂണിവേഴ്സൽ ആയിട്ട് മാറിയിട്ടില്ല എന്നുള്ളത് ലിമിറ്റേഷൻ ആണ്. അതിന്റെ കൊടുത്തത്. ദെൻ അവസാനത്തെ അപ്രോച്ച് ആണ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്, ദാറ്റ് ഈസ് കണ്ടിൻജൻസി ഓർ സിറ്റുവേഷണൽ അപ്രോച്ച് ആർ സോൾവ്ഡ് ഓൺ ദ ഡിമാൻഡ് ഓഫ് ദ സിറ്റുവേഷൻ. ഹലോ? മാനേജ്മെന്റ് പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ഓൺ ദ ഡിമാൻഡ് ഓഫ് ദ സിറ്റുവേഷൻ. നമ്മളിപ്പോ ഒരുപാട് ആസ്പെക്ടുകൾ പഠിച്ചു. ഹ്യൂമൻ റിലേഷനും ബിഹേവിയറിലും സിസ്റ്റമും, അങ്ങനെ ഒരുപാട് സോഷ്യൽ സിസ്റ്റവും, അങ്ങനെ സയന്റിഫിക്കും ബ്യൂറോക്രാറ്റിക്കും ഒക്കെ പഠിച്ചു. സോ ഓരോ ആസ്പെക്ട്സിനെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. എന്നാൽ നിങ്ങൾ എത്ര മാനേജ്മെന്റ് ടെക്നിക്കുകളും MBO അല്ല, ഇനി മോഡേൺ അപ്രോച്ച് അല്ല, നിങ്ങൾ സിസ്റ്റം അപ്രോച്ച് അല്ല, ഇനി എന്ത് MBA നിങ്ങൾ IIM എന്ന് എടുത്തിട്ടും കാര്യമില്ല. മാനേജ്മെന്റ് പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ഓൺ ദ ഡിമാൻഡ് ഓഫ് ദ സിറ്റുവേഷൻ. കണ്ടിൻജൻസി വിൽ എക്സിസ്റ്റ്. നിങ്ങൾ 100 കൊല്ലം അല്ലെങ്കിൽ നിങ്ങൾ 10-20 കൊല്ലം ഇന്ന X എന്ന കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാണ്, അതുകൊണ്ട് Y കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് Yയുടെ ഗേറ്റും കടന്നു വരാൻ നിൽക്കണ്ട. കാരണം സിറ്റുവേഷൻ വിൽ ഡിഫർ. നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളൊക്കെ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ പിന്നെ വാദം ഒക്കെ നടത്തും. പക്ഷേ മാനേജ്മെന്റ് പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ഓൺ ദ ഡിമാൻഡ് ഓഫ് ദ സിറ്റുവേഷൻ. സോ കണ്ടിൻജൻസി എക്സിസ്റ്റ്. നിങ്ങൾ റാഷണൽ ആയിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. കണ്ടിൻജൻസി എക്സിസ്റ്റ്. ആ കണ്ടിൻജൻസിയെ, ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ സക്സസിനെ തീരുമാനിക്കുന്നത്. സോ സ്ട്രക്ചറൽ അഡാപ്റ്റേഷൻ ഓഫ് ഓർഗനൈസേഷൻ ഇൻ റെസ്പോൺസ് ടു എ ചേഞ്ച് ഇൻ ദ എൻവയോൺമെന്റ്. ഇതാണ് പിന്നെ കണ്ടിൻജൻസി അപ്രോച്ചിന്റെ പ്രത്യേകത. സ്ട്രക്ചറൽ അഡാപ്റ്റേഷൻ ഓഫ് ഓർഗനൈസേഷൻ ഇൻ റെസ്പോൺസ് ടു എ ചേഞ്ച് ഇൻ ദ എൻവയോൺമെന്റ്. എൻവയോൺമെന്റിലെ ചേഞ്ചിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യണം? നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. സോഫിസ്റ്റിക്കേറ്റഡ് അപ്രോച്ച് ആണ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻക്രീസിംഗ് കോംപ്ലക്സിറ്റി ഓഫ് ഓർഗനൈസേഷൻ. ഈ കണ്ടിൻജൻസി അപ്രോച്ച് ഒരു വളരെ കോംപ്ലക്സിറ്റി ഉള്ള അപ്രോച്ച് ആണ്. കണ്ടിൻജൻസി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഓഫ് ഗിവൺ സൊല്യൂഷൻസ് ഓൺ ബിഹേവിയർ പാറ്റേൺസ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, കോൺട്രിബ്യൂട്ടേഴ്സ് GM സ്റ്റാക്കർ, ജോൺ വുഡ്വാർഡ് പോലെയുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് ആണുള്ളത്. അപ്പം കണ്ടിൻജൻസി അപ്രോച്ച് എന്ന് പറയുന്നത് സിസ്റ്റം അപ്രോച്ചിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. മാനേജ്മെന്റ് പ്രോബ്ലംസിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനോ, അതേപോലെ മാനേജ്മെന്റ് പ്രോബ്ലംസിനെ എപ്പോഴും ഒരു പെർട്ടിക്കുലർ ആസ്പെക്ട് എങ്ങനെ ഉണ്ടാവുള്ളൂ എന്നും പഠിച്ചുകൊണ്ട് ഒരുപാട് ലീഡർഷിപ്പ് തിയറീസ് ഒന്നും കാണാതെ പഠിച്ച് ഒരു സ്ഥാപനത്തിലേക്ക് ഒരുപാട് പഠിച്ച നോളജിന്റെ അക്യുമുലേഷൻ ഒന്നായിട്ട്
ഒരു സ്ഥാപനത്തിലേക്ക് കയറിയിട്ട് കാര്യമില്ല. കണ്ടിൻജൻസി വിൽ എക്സിസ്റ്റ്. ദാറ്റ് ഈസ് കണ്ടിൻജൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചേക്കാം. അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന വളരെ ടാക്ടിക്കുകളും അതേപോലെ സ്ട്രാറ്റജീസ് ഒക്കെയാണ് അവിടെ സക്സസ്ഫുൾ ആവുക. The success of those strategy will depend on the favorableness of the situation. Situation favorable ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി സക്സസ്ഫുൾ ആവും. So these are the situation contingency approach ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ these are modern approach. Modern approach ഏതൊക്കെയാണ്? അപ്പം മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച് and contingency approach. These are all related to in the introduction to management. അതായത് ഇത്രയും ഭാഗം നിങ്ങൾ ഇതിന്റെ കൂടെ എഴുതേണ്ടത് നിങ്ങളോട് ചിലപ്പോ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്. നമ്മൾ ഈ പറഞ്ഞ കണ്ടന്റിൽ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ഈ 14 പേജുകളിൽ ഈ ഒരു പിന്നെ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഏതെങ്കിലും ഒരു സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ട സെന്റൻസുകൾ നിങ്ങൾക്ക് ഏതിൽ നിന്നെടുക്കാം? ഗൂഗിളിൽ നിന്ന് എടുക്കാം. അതുകൊണ്ട് എഴുതി വെച്ചോളൂ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്. അതിൽ നമ്മൾ പറയാത്തത് എംപിരിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ടാണ്. ഏണസ്റ്റ് ഡെയിലിന്റെ ഒക്കെ എംപിരിക്കൽ, ഏണസ്റ്റ് ഡെയിലൊക്കെയാണ് അതിന്റെ കോൺട്രിബ്യൂട്ടർ. എംപിരിക്കലിൽ പറയുന്നത് മാനേജ്മെന്റ് ഈസ് ദ സക്സസ് ഓഫ് മാനേജ്മെന്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ എക്സ്പീരിയൻസ് ദ മാനേജർ ഹാവ്. മാനേജർക്കുള്ള എക്സ്പീരിയൻസിന്റെ ബേസിലായിരിക്കും മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി എഫക്റ്റീവ്നെസ്സും സക്സസ്സും നിലനിൽക്കുന്നത് എന്നാണ്. എംപിരിക്കൽ അപ്രോച്ചാണ്, ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് എന്നുള്ള അപ്രോച്ചാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ടുണ്ട്. അതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അത് സെർച്ച് ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. ഹ്യൂമൻ റിലേഷൻ സ്കൂൾ, ഹ്യൂമൻ അതേപോലെ സോഷ്യൽ സിസ്റ്റം സ്കൂൾ, അതേപോലെ കണ്ടിൻജൻസി സ്കൂൾ, സിസ്റ്റം സ്കൂൾ, മാനേജ്മെന്റ് പ്രോസസ് സ്കൂൾ, സയന്റിഫിക് മാനേജ്മെന്റ് സ്കൂൾ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അതിൽ കാണുക. എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ഓരോ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് ആ സെന്റൻസ് എഴുതി സെന്റൻസ് ഉപയോഗിച്ച് പിന്നെ ഉഷാറാക്കി എഴുതാം. ഓക്കെ, ഓക്കെ സർ. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.